നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. ചെനാബ് മേഖലയിൽ വെടിനിർത്തൽ കരാർ ലംഘനം. തിരിച്ചടിച്ച് ഭാരതം. മണിക്കൂറുകൾക്കകം ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് പാക് വാർത്താവിനിമയ മന്ത്രിയുടെ ദീനരോധനം. ജമ്മുകശ്മീരിൽ കനത്ത ജാഗ്രത. സുരക്ഷ കടുപ്പിച്ച സൈന്യം. രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതി ഇന്ന് ചേരും. സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയും ചേർന്നേക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇടപെട്ട ഐക്യരാഷ്ട്രസഭ. മധ്യസ്ഥത വഹിക്കാമെന്ന് സെക്രട്ടറി ജനറൽ. ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും അന്റോണിയോ ഗുട്ടറസ്. സാഹചര്യം വഷളാക്കരുതെന്ന് അമേരിക്ക. പുലിപ്പല്ല് പുലിവാലായി. റാപ്പർ വേഡന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് തെളിവെടുപ്പ്. പരമാവധി തെളിവുകൾ ശേഖരിച്ച് വനം വകുപ്പ്. ഇതര സംസ്ഥാന നാട്ടാനകൾക്ക് കേരളത്തിൽ അപ്രഖ്യാപിത വിലക്ക്. വിലങ്ങുതടിയായി ഉദ്യോഗസ്ഥ ലോബികൾ. ലക്ഷ്യം ഹൈന്ദവാചാരങ്ങൾ അട്ടിമറിക്കൽ. അനുമതി തേടി 20-ലേറെ അപേക്ഷകൾ. കാലടി സർവകലാശാലയിലെ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ അന്വേഷണം പ്രഹസനം. തെളിവുണ്ടായിട്ടും പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമം. പ്രതിഷേധം ശക്തം. പൂരലഹരിയിലേക്ക് തൃശൂർ. രാവിലെ തിരുവമ്പാടിയിലും ഉച്ചയ്ക്ക് പാറമേക്കാവിലും കൊടിയേറ്റം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പൂരം മെയ് 6-ന്. IPL-ൽ കൊൽക്കത്തയ്ക്ക് ആശ്വാസ ജയം. ഡൽഹിയെ തോൽപ്പിച്ചത് 14 റൺസിന്. ഇന്ന് ചെന്നൈ പഞ്ചാബ് പോരാട്ടം. ഭീകരതയ്ക്ക് മാപ്പില്ല. നിയന്ത്രണരേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ചെനാബ് മേഖലയിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഭാരതം ശക്തമായി തിരിച്ചടിച്ചു. അതേസമയം ഭാരതം ഏതു നിമിഷവും തിരിച്ചടിക്കുമെന്ന ഭയപ്പാടിലാണ് പാകിസ്ഥാൻ. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാക് പ്രകോപനം തുടരുകയാണ്. ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ ചെനാബ് മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതവും അതിശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ്. ഏതു നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു പ്രസ്താവനയും പാക് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഏതു രീതിയിലാണ് ഭാരതത്തിൻ്റെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വല്ലാത്ത ഭയാശങ്ക പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒരു അനന്തരഫലമാണ് അവർ ഈ അതിർത്തി മേഖലകളിലൊക്കെ നടത്തുന്ന ഒരു പാക് പ്രകോപനവും, അല്ലേ? അതിലേക്ക് എത്താം. നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം.
ചെനാബ് മേഖലയിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. പക്ഷേ ഭാരതം അതിശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതം ആദ്യം സ്വീകരിച്ചത് നയതന്ത്ര തലത്തിലുള്ള ഇടപെടലായിരുന്നു. അതിനുശേഷം സൈനിക നടപടി ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക പാകിസ്ഥാനെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ചേർന്നുള്ള നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടക്കുകയുണ്ടായി. സൈനിക മേധാവികളുമായും ചർച്ച നടത്തുകയുണ്ടായി. സൈനിക മേധാവികൾക്ക് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയതായാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നു. നന്ദനിലേക്ക് പോകുന്നു. നന്ദൻ, നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്നുണ്ട്. ശക്തമായ തിരിച്ചടി തന്നെ ഭാരതം നൽകുന്നുണ്ട്. അതോടൊപ്പം പാകിസ്ഥാൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു ഭയം ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. അവർ അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ വല്ലാത്തൊരു ആശങ്കയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നീങ്ങുന്നത്, അല്ലേ? അവർ തുടങ്ങി വെച്ചതിന് അവർക്കൊരു തിരിച്ചടി കിട്ടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. രോഹിണി, തുടർച്ചയായ 6ാം ദിവസമാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർക്കുന്നത്. ഇന്നലെ ചെനാബ് മേഖലയിലെ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെയാണ് യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ വെടിയുതിർത്തത്. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല. ശക്തമായ നാണയത്തിൽ തന്നെ BSF തിരിച്ചടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസവും ഇതേപോലെ തുടർച്ചയായ 6 ദിവസവും സമാനമായ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. വിവിധ പോസ്റ്റുകൾക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു പാകിസ്ഥാൻ വെടിയുതിർത്തത്. അപ്പോഴൊക്കെയും BSF കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇന്നലെയും സമാനമായ സംഭവം ഉണ്ടായപ്പോൾ തക്കതായ മറുപടിയാണ് BSF നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഏത് സമയവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്നുള്ളൊരു ഭീതിയിലാണ് നിലവിൽ പാകിസ്ഥാനുള്ളത്. ഇതിനോടകം പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ഇതിനോടകം വ്യക്തമാക്കിയത് 24 മുതൽ 36 മണിക്കൂറിനകം തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം, ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു സൈനിക നീക്കം ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രധാനമായും പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ അതിർത്തി മേഖലയിൽ നിന്നും പാകിസ്ഥാൻ ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു യുദ്ധഭീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ അവിടെ പാർപ്പിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ടുകൊണ്ടാണ് ഈ അതിർത്തി മേഖലകളിൽ നിന്നും പാകിസ്ഥാൻ ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ, അതായത് ഏത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാൻ ഭാരതം തയ്യാറാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കര, വ്യോമ, നാവികസേന മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യമാണ് 3 ഫോഴ്സിനും നൽകിയിരിക്കുന്നത്. ഉചിതമായ തീരുമാനം ഈ 3 സേനാ വിഭാഗങ്ങൾക്കും കൈക്കൊള്ളാമെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ 11 മണിക്ക് ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ ഉളവാക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ പഹൽഗാം അക്രമത്തെ തുടർന്ന് ഭാരതം തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഭാരതം തക്കതായ മറുപടി നൽകുമെന്നുള്ള ആശങ്ക പ്രധാനമായും പാകിസ്ഥാനുണ്ട്. മാത്രമല്ല, ഈ പഹൽഗാം അതിൻ്റെ കാരണക്കാർ കൃത്യം പാകിസ്ഥാനാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഹാസിം മൂസ, അയാൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭാഗമായിരുന്നു, അയാൾ പാകിസ്ഥാൻ കമാൻഡോ ആയിരുന്നു. അതിനുശേഷം ഈ കശ്മീർ ഓപ്പറേഷന് വേണ്ടി പാകിസ്ഥാൻ സൈന്യം തന്നെ ലഷ്കർ ഇ തോയിബയ്ക്ക് ഇയാളെ നൽകിയതാണ് എന്നുള്ളതാണ് പ്രധാനമായും ഭാരതത്തിൻ്റെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പങ്ക് ഭാരതത്തിന് ബോധ്യമായ ഒരു സാഹചര്യം, ഈ സാഹചര്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഭയം ഉളവാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭീതി അവരിലേക്ക് ഉണ്ടായതും 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഭാരതത്തിൻ്റെ സൈനിക നീക്കം പാകിസ്ഥാനെതിരെ ഉണ്ടാകുമെന്നുള്ള ഒരു ഭീതി, അല്ലെങ്കിൽ അത്തരം വാക്കുകൾ പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ വലിയ രീതിയിൽ ഇപ്പോഴും സെർച്ച് ഓപ്പറേഷനുകൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം. ഈ അക്രമികളുടെ തൊട്ടടുത്ത്, അതിൽ തൊട്ട് പിന്നാലെ തന്നെ ഈ സൈന്യവും അതേപോലെ തന്നെ പ്രത്യേക ദൗത്യ സംഘവുമുണ്ട്. അവർ ഏത് നിമിഷവും പിടിക്കപ്പെട്ടേക്കാമെന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പല മേഖലകളിലും ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷനുകൾ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ജമ്മു കാശ്മീരിൽ ഹൈ അലർട്ട് തുടരുകയാണ്. പ്രത്യേകിച്ച് ISI ഭീകരർ ഏത് നിമിഷവും ഈ ശ്രീനഗർ അതേപോലെ തന്നെ ഒക്കെ ആക്രമിക്കാമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അത്തരം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു.
മിലിറ്ററി ഇൻ്റലിജൻസും IBയും ഇതിനോടൊപ്പം തന്നെ റിപ്പോർട്ട് നൽകിയത് പ്രകാരം പെഹൽഗാം അക്രമത്തിന് സമാനമായി ഈ സാധാരണക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അക്രമം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കശ്മീരി ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അക്രമങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കശ്മീരി പണ്ഡിറ്റുകൾ, അവശേഷിക്കുന്ന കശ്മീരി പണ്ഡിറ്റുകൾ ഒരുപക്ഷെ ഈ ISI ഭീകരർക്ക് ഇരയാകാം എന്നുള്ളതാണ് പ്രധാനമായും ഈ IB അടക്കമുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ ഉടനീളം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞു. ഏതായാലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഭാരതം തയ്യാറായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ സൈനിക നടപടികൾ ശക്തമാക്കി ഭാരതം. ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. സായുധ സേനാ മേധാവിമാരുള്ള നിർണായക യോഗത്തിലായിരുന്നു തീരുമാനം. അതേസമയം ഇന്ത്യ ആക്രമിക്കാനൊരുങ്ങുന്നുവെന്ന് പാകിസ്ഥാൻ UN-ൽ പരാതി പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കഴിഞ്ഞ ദിവസം സൈനിക മേധാവിമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരികയുണ്ടായി. അവർക്ക് ഈ കാര്യത്തിൽ ഏത് നിലപാട് സ്വീകരിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അത് ഒരു ഭാഗത്ത് നടക്കുന്നു. സൈനിക നടപടി ഏതു രീതിയിലായിരിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. പതിവ് പോലെ പാകിസ്ഥാൻ UN-ൽ ഇരവാദവും ഉന്നയിക്കുന്നുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്നും ഈ പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുമൊക്കെയുള്ള പതിവ് ഇരവാദം പാകിസ്ഥാനും ഉയർത്തുന്നുണ്ട്. എങ്ങനെ കാണാം? രോഹിണി, നിലവിൽ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഭാരതം. അതിർത്തി മേഖലയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നൽകിയിരുന്നു. അതായത് ഗ്രൗണ്ടിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായി സൈനിക മേധാവിമാർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം 2014 മുമ്പ് സൈന്യത്തിന്റെ നടപടികൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ വിമർശനം ഉയർന്നിരുന്നത് ഒരു വെടിയുതിർക്കാൻ, തിരിച്ചിങ്ങോട്ടൊരു അക്രമം ഉണ്ടാകുമ്പോൾ തിരിച്ച് ആക്രമിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഡൽഹിയിലേക്ക് വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ് പട്ടാളത്തിന് എന്നൊരു വിമർശനം മുൻപ് 2014 മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ വലിയ മാറ്റം കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ സൈന്യം സുശക്തമാക്കുമ്പോഴും അതിന് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം സൈന്യത്തിന് വിട്ടു നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. ഒരു തീരുമാനം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പഹൽഗാമിന് തിരിച്ചടി നൽകണമെന്നുള്ളത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണ്. അതിന്റെ സമയം അത് ഏത് രീതിയിലാകണം, അതിന്റെ സാഹചര്യം പരിശോധിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് വിട്ടു നൽകുന്നു എന്നുള്ളതാണ് ഇന്നലെ സംയുക്ത സേനാ മേധാവിയും ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രതിരോധ മന്ത്രിയും നമ്മുടെ സായുധ സേനാ മേധാവിമാരും കര വ്യോമ നാവിക സേനകളുടെ മേധാവിമാരും പങ്കെടുത്ത യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സൈനിക നടപടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം മറ്റൊരു കാര്യം, ഈ ഇത്തരത്തിലുള്ള സൈനിക നടപടി ഭാരതം നടത്തുമ്പോൾ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന പരാതി ഇതിനോടകം പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിൽ ഉന്നയിച്ചിട്ടുണ്ട്. മുൻപ് നമുക്കറിയാം, ഭീകരവാദികളെ കടത്തിവിട്ട് അതിന് പിറകിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭീകരവാദവുമായി ബന്ധമില്ല എന്ന ന്യായീകരണം എപ്പോഴും പറയുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ വിഷയത്തിൽ കനത്ത നടപടിയും കടുത്ത നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും കടുത്ത ഭാഷയിലുള്ള മറുപടിയാണ് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ തന്നെ പാകിസ്ഥാൻ മര്യാദയില്ലാത്ത രാജ്യമാണെന്നും ഭീകരവാദത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത് പാകിസ്ഥാനാണ്, അത്തരം പാകിസ്ഥാന്റെ നടപടികൾ ഈ മേഖലയെ പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തുന്നു എന്ന കൃത്യമായ വസ്തുതകൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിൽ ഭാരതം തുറന്നു കാട്ടിയിരുന്നു. നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തിനൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് പാകിസ്ഥാനും ഒപ്പം ലോകരാഷ്ട്രങ്ങൾക്കും കൃത്യമായിട്ടുള്ള സൂചനയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു പരാതി പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ UN-ൽ എത്രത്തോളം അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നിലവിൽ ഭാരതത്തെ സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെയും കനത്ത സാമ്പത്തിക സൈനിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയും ഭാരതത്തിൻ്റെ പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ട്, അത് സാധാരണക്കാരും വിനോദസഞ്ചാരികളുടെയും ചോര വീഴ്ത്തിക്കൊണ്ടാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. അതിന് കൃത്യ
കൃത്യമായ തിരിച്ചടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ യോഗങ്ങൾ കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് നടന്നിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരും. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി ഇന്ന് വീണ്ടും യോഗം ചേരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിറകെ അടിയന്തരമായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യസമിതി യോഗം ചേരുകയും കര, വ്യോമ, നാവികസേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിറകെ ജമ്മു കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും സൈനിക നടപടി പുരോഗമിക്കുന്നതിന് സമാനമായി രാജ്യ തലസ്ഥാനത്ത് പ്രതിരോധ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേതൃത്വത്തിൽ നിർണായകമായ യോഗങ്ങൾ ചേർന്നിരുന്നു. ഏതായാലും ഭീകരവാദികൾക്ക് മറക്കാനാകാത്ത തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൈനിക നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ വേളയിലാണ് ഇന്ന് വീണ്ടും രാജ്യ തലസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ നടക്കുക. മന്ത്രിസഭാ യോഗം ചേരും. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതിയും യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. രോഹിണി. ശരി ജിഷ്ണു. സൈനിക നടപടികൾ ശക്തമാക്കി ഭാരതം. ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഇന്നും നിർണായക യോഗങ്ങൾ ദില്ലിയിൽ ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയ നരേന്ദ്രമോദിയുടെ നിലപാടിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ സമ്മതിക്കാൻ എന്നാൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന മന്ത്രിമാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള പ്രസ്താവന വന്നത് പാകിസ്ഥാന്റെ തന്നെ വാർത്താവിനിമയ മന്ത്രിയായ അട്ടവുള്ള തരാറിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരതത്തിന്റെ തിരിച്ചടി വലിയ രീതിയിൽ തന്നെ ഭയക്കുന്നുണ്ട് പാകിസ്ഥാൻ. ഏതു നിമിഷം വേണമെങ്കിലും 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നാണ് പാക് വാർത്താവിനിമയ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ പതിവ് പോലെയുള്ള അടവു നയം അവർ പറയുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചയ്ക്ക്, തുറന്ന അന്വേഷണത്തിന് ഇതിനൊക്കെ തങ്ങൾ തയ്യാറാണ്, തങ്ങൾക്ക് ഇതിൽ പങ്കാളിത്തമില്ല എന്നുള്ള പതിവ് നയവും എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും രോഹിണി, ഭയചകിതരാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ തങ്ങൾക്കെതിരെ വലിയൊരു ആക്രമണം ഉണ്ടാകുമെന്ന ഒരു ഭയം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ രാത്രി സൈന്യത്തിന് പൂർണ്ണ പിന്തുണ, അതായത് ഏത് രീതിയിലാണ് പ്രത്യാക്രമണം നടത്തേണ്ടതെന്ന് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ സൈന്യത്തിന് അനുവാദം നൽകിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഒരു നിലപാട് ഇന്നലെ തന്നെയാണ് പുറത്തു വന്നത്. ഇതിന് മണിക്കൂറുകൾക്കകം ഈ ഒരു മറുപടിയുമായി അട്ടവുള്ള തരാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. തീർച്ചയായും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്ന് തുറന്നു സമ്മതിക്കുന്ന അട്ടവുള്ള വളരെ കൃത്യമായി പറയുന്നത് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഒരു മുടന്തൻ ന്യായത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകില്ല എന്ന് തുറന്നു സമ്മതിക്കുന്നതിനും അത് അതിന് തയ്യാറായി ഒരു ചർച്ച അതുപോലുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നതിനും യാതൊരു തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്താതെ വീണ്ടും ഇക്കാര്യത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം, ഇതിന് പിന്നിൽ മറ്റു ചില ശക്തികളാണ് എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഈ ആവർത്തിക്കുന്നത് തന്നെയാണ് ഇന്നും തുടരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ നടന്ന ചർച്ചകളുടെ ഭാഗമായി തീർച്ചയായും ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന സൂചന വളരെ കൃത്യമായി സൈന്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ആ സൂചനകളെ സ്ഥിരീകരിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. നേരത്തെ നമുക്കറിയാം, ഇത്തരത്തിലൊരു ഭയം പാകിസ്ഥാന് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സൈനിക വിന്യാസം നടത്തുകയും അതുപോലെ തന്നെ ഈ മിസൈൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ചൈനയുടെ പിന്തുണ തേടുകയും ഒക്കെ ചെയ്തത്. ചൈനയും ഇതേ ആവശ്യം തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അല്ലെങ്കിൽ സ്വതന്ത്ര സംവിധാനത്തിന്റെ അന്വേഷണം വേണമെന്ന രീതിയിലുള്ള നിലപാട് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ആയുധങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ അട്ടവുള്ള തരാറിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏത് തരത്തിലും ഏത് സമയത്തും ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്ന് പറയുന്നു. അതേസമയം തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉന്നതതല യോഗത്തിൽ കൃത്യമായി സൈന്യത്തിന് എവിടെ, എങ്ങനെ, എപ്പോൾ ആക്രമണം നടത്തണമെന്നത് സംബന്ധിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന്
ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിൽ നിന്നും ഔദ്യോഗികമായ പ്രഖ്യാപനം, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഔദ്യോഗികമായ ഒരു അനുമതി ലഭിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭയചകിതമായ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. തീർച്ചയായും ഈ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത കൊടും ക്രൂരതയ്ക്ക് മറുപടി പറയാൻ ഭാരതം ഒരുങ്ങിയിരിക്കുന്നു. ആ മറുപടി തങ്ങൾക്ക് ലഭിക്കുമെന്ന കൃത്യമായ തിരിച്ചറിവ് പാകിസ്ഥാനും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിർണായകമായ മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അട്ടവുള്ള കരാർ പറഞ്ഞ സമയപരിധി തന്നെ പരിഗണിക്കുകയാണെങ്കിൽ 24 മുതൽ 36 മണിക്കൂറിനകം, അദ്ദേഹം ഇത് പറയുന്നതിന് മുൻപ്, അതായത് ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവങ്ങളെല്ലാം, അതായത് ചർച്ചകളും സൈന്യത്തിന് അനുമതി നൽകുന്ന നീക്കങ്ങളെല്ലാം തന്നെ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി 24 മണിക്കൂറിനകം, ഒരുപക്ഷെ നാളത്തെ പുലരി ഭാരതം കാണുന്നത് ഇതിന് തക്കതായ മറുപടി നൽകിയ ഒരു അവസ്ഥയായിരിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്നാണ് ഈ വാർത്താവിനിമയ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരിയായ സഞ്ജോസാണ് വിവരങ്ങൾ നൽകിയത്. ജനം TV ക്യാമ്പയിൻ തുടരുന്നു. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട. കൊല്ലം ജില്ലയിലും ഒരു പാകിസ്ഥാൻ മുക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ ഈ പ്രദേശത്തിന്റെ പേര് മാറ്റണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. എങ്ങനെ ഈ പേര് വന്നുവെന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമായ മറുപടിയില്ല. പ്രദേശത്തിന്റെ ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത പേരാണെന്ന് നാട്ടുകാർ തന്നെ സമ്മതിക്കുന്നു. ജനം TV ക്യാമ്പയിൻ തുടരുന്നു. കേരളത്തിന് വേണ്ട പാകിസ്ഥാൻ. ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പാകിസ്ഥാൻ മുക്ക് എന്ന് വിളിപ്പേരുള്ള ഒരു സ്ഥലത്താണ്. ഏതു വിധേനയും അവസരം കിട്ടിയാൽ ഭാരതത്തെ തകർക്കാമെന്ന് സ്വപ്നം കാണുന്ന ശത്രുരാജ്യം. ആ ശത്രുരാജ്യത്തിൻ്റെ പേരിൽ കേരളത്തിനുള്ളിൽ തന്നെ ഇപ്പോഴും സ്ഥലങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ മുക്ക്. ഗൂഗിൾ മാപ്പിലടക്കം ഈ പേര് കാണാം. കൊല്ലം പത്തനംതിട്ട അതിർത്തിയായ കടമ്പനാട്ടിൽ നിന്ന് ഏനാത്തേക്കുള്ള വഴിയിൽ 2 കിലോമീറ്റർ പിന്നിട്ടാൽ ഇവിടെ എത്തും. ഐവർകാല പടിഞ്ഞാറ് വടക്ക് വാർഡിലാണ് ഈ സ്ഥലമുള്ളത്. 7 പതിറ്റാണ്ടായി ഇവിടം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആർക്കും അറിയില്ല അങ്ങനെ പുതിയ പേരിട്ടേക്കുന്നതായിട്ട്. അതുകൊണ്ടാണ് അതാണ് അത് പണ്ടുള്ളതുകൊണ്ട് ഒരു 55 വർഷത്തിൽ കൂടുതലായി പേര് വീണ്ടും തന്നെ. സ്ഥലത്ത് നമ്മുടെ ജനിച്ചോളുന്നതിന് മുമ്പ് നമ്മൾ പാകിസ്ഥാൻ എല്ലാവരും ജനിച്ചോളുന്ന 56 വർഷം മുമ്പേ, 60 എനിക്ക് ഓർമ്മ മുമ്പേ, എനിക്ക് 57 വയസ്സുണ്ട്. അതിന് മുമ്പേ ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇന്നും അത് തന്നെ നിലനിൽക്കുന്നത്. മാറ്റാൻ ശ്രമം ഉണ്ടായിരുന്നു. 1-2 പേര് വേറെ പേരിട്ട് പ്രിയദർശിനി നിന്നിട്ട്, പിന്നെ 1-2 പേരൊക്കെ ഇട്ട്, അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ട് പാർട്ടിക്കാരൊക്കെ ഇട്ട്, അതൊന്നും നിലവിൽ വരത്തില്ലല്ലോ. ഈ പഴയ പേര് തന്നെ എല്ലാവരും ഇപ്പോൾ ജനിച്ചു വരുന്ന കുട്ടികൾ പോലും അത് തന്നെ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനൊക്കെ ടിക്കറ്റ് എടുക്കും. സർക്കാർ വിചാരിച്ചാലും ആരാ മാറ്റുമോ? കറി വിചാരിച്ചാൽ കുറേയൊക്കെ മാറുമായിരിക്കും. നമ്മുടെ ഓർമ്മ എനിക്ക് 40 വർഷം കൊണ്ട് ഇതിൽ ഞാൻ KSRTC ബസ് ഓടിച്ചുകൊണ്ടിരുന്നത്. അന്ന കാലം മുതലേ പാകിസ്ഥാൻ മുക്ക് എന്നാ അറിയുന്നത്. എല്ലാവരും പാകിസ്ഥാൻ മുക്ക് ടിക്കറ്റാണ് ചോദിക്കുന്നത്. ഞാൻ ഡ്രൈവറായിരുന്നു. അന്ന് മുതൽ ഇതിൽ KSRTC ഞങ്ങളുടെ ഫാസ്റ്റൊക്കെ ഓടിച്ചിട്ടുണ്ട്. എല്ലാവരും പാകിസ്ഥാൻ മുക്ക് എന്നാൽ അന്ന് മുതലേ അറിയുന്നത്. ഞങ്ങൾക്ക് അറിവുള്ളൂ. മാറാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എങ്ങനെയാണ് പാകിസ്ഥാൻ മുക്കെന്ന പേരുണ്ടായതെന്ന ചോദ്യത്തിന് നാട്ടുകാർ പല രീതിയിലും പ്രതികരിക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പകാലം തൊട്ടേ പാകിസ്ഥാൻ മുക്കെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ പൂർവികർ പറഞ്ഞിട്ടുള്ളത് ഇത് ഇവർ മുസ്ലിംസ് ഇവിടെ വന്ന് ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചവർ കുറച്ച് കുടുംബമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു 100-200-300 കുടുംബത്തിൽ മേളിലുണ്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ പാകിസ്ഥാൻ മുക്കെന്ന് മുസ്ലിങ്ങൾ വന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ മുക്കെന്ന് പേര്. പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങളിലെ പരസ്യ ബോർഡുകളിലടക്കം എവിടെ നോക്കിയാലും പാകിസ്ഥാൻ മുക്ക്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് ബസ്സിലെത്തുന്നവർക്കും ടിക്കറ്റ് എടുക്കാൻ പറയേണ്ടി വരുന്നത് ഈ പേരാണ്.
പലവട്ടം പേര് മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടന്നു. ചില നാട്ടുകാർ ചേർന്ന് ശാന്തിസ്ഥാൻ എന്നാക്കി. രാഷ്ട്രീയക്കാർ ഓരോരോ പേരുകൾ നിർദ്ദേശിച്ചു. എന്നാൽ അതൊന്നും പിന്നീട് പ്രാബല്യത്തിൽ വന്നില്ല. LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത്. പഹൽഗാം ഭീകരാക്രമണമടക്കം നടന്ന പശ്ചാത്തലത്തിൽ ശത്രുരാജ്യത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള പേര് ഇനിയും ഇവിടെ വേണ്ട എന്നുള്ളതാണ് ചില നാട്ടുകാർക്കും പറയുവാനുള്ളത്. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എവിടെ വീടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ഒരുമാതിരി ഒരു വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ അടുത്തൊരു ഒരു പെരുമാറ്റം. നമുക്ക് അതൊരു ഭയങ്കര ഒരു വിഷമമാണ്. നമ്മളുമായിട്ട് ഭയങ്കര ശത്രുതയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പേരിടുക എന്ന് പറയുമ്പോൾ പണ്ട് ഏതോ ഒരു ബസ്സുകാരനൊരു പേര് പറഞ്ഞെന്ന് വിചാരിച്ച് അതങ്ങ് ഇതായതാണ്. ഇപ്പോഴും അത് നിലനിന്ന് പോവുക. ഇത് എങ്ങനെയും ഒന്ന് ഒഴിവാക്കണമെന്നുള്ള നമ്മളെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പണ്ടുകാലം മുതൽക്കേ പറഞ്ഞ് ഈ സ്ഥലം ഇങ്ങനെയായി മാറി. പുതുതലമുറയിലേക്കും ഈ അടയാളപ്പെടുത്തൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ദേശസ്നേഹികളായ നാട്ടുകാരും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു പേര് ഈ സ്ഥലത്തിന് വേണ്ട എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. അതിനുവേണ്ടി പല ശ്രമങ്ങളും നടന്നു. അധികാരികളും മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയുവാനുള്ളത്. ഇതിലൊരു മാറ്റം വരണം. മാറ്റം വന്നേ തീരൂ. ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ ലോബികൾ. പിന്നിൽ ഹൈന്ദവ ആചാരങ്ങൾ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്നാണ് ആക്ഷേപം. നാട്ടാനയെ വാങ്ങാൻ സുപ്രീം കോടതിയുടെ അനുകൂല വിധിയുണ്ടെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. നിലവിൽ ആനയെ വാങ്ങാനുള്ള അനുമതി തേടിയുള്ള 20-ലധികം അപേക്ഷകളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിഗണനയ്ക്കായി കാത്തുകിടക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുന്നതിന് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ടല്ലോ. എന്താണ് ഇതിലെ വസ്തുത? നിലവിൽ 20-ലധികം അപേക്ഷകളാണ് ഇത്തരത്തിൽ വനം വകുപ്പിൻ്റെ അനുമതി ലഭിക്കാത്തത് മൂലം അതിനൊരു തീരുമാനമാകാതെ, ഇല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടാനകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ നിൽക്കുന്നതിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, അതിലുപരി സ്വകാര്യ വ്യക്തികളുണ്ട്. അപ്പം ഇത്തരം ആൾക്കാർ ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകളും എല്ലാം ഉണ്ട്. അത്തരം നിബന്ധനകളെല്ലാം പാലിച്ചതിന് ശേഷവും ഇത്തരത്തിൽ അനുമതി കിട്ടുന്നില്ല എന്നതാണ് പറയുന്നത്. ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഇദ്ദേഹത്തിൻ്റെ അനുമതിയാണ് ഇതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത്. അത് ലഭിക്കാത്തതിനാലാണ് ഇപ്പോൾ ആനയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് ഈ ആനപ്രേമികളും അതോടൊപ്പം തന്നെ ഇത്തരം അപേക്ഷ നൽകിയവരും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഇവർക്ക് ആനയെ കൊണ്ടുവരുന്നതിനുള്ള സുപ്രീം കോടതി വിധി അടക്കം ഉണ്ടായിട്ടും അനുകൂല വിധി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ് പരാതി. ഇത്തരത്തിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റും ലക്ഷ്യം വെക്കുന്നത് രണ്ട് കാര്യമെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, നാട്ടാനകളുടെ ഇവിടെ പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ടാകും. നിലവിൽ തന്നെ 329 നാട്ടാനകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അതിൽ തന്നെ പലതും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആനകളാണ്. ഒരു 10 വർഷത്തിനുള്ളിൽ ഇത്തരം ആനകൾ കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ, ഈ ആനകൾ കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രാചാരങ്ങൾക്കും മറ്റും ആനയെ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരും. ഇപ്പോൾ തന്നെ ആനയെ എഴുന്നള്ളിക്കുന്ന 7500-ലധികം ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അതിന് എല്ലായിടത്തേക്കും കൂടെ കൊടുക്കാൻ സാധിക്കുന്നത് ഈ 329 ആനകളിൽ മതപ്പാടില്ലാത്തവയും പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളില്ലാത്തതും എല്ലാം കൂടി നോക്കിയാൽ 100-ൽ താഴെ ആനകൾ മാത്രമായിരിക്കും അത്തരത്തിൽ എഴുന്നള്ളത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള. ഈ ഉള്ളതിൽ തന്നെ ചിലത് 2-3 വയസ്സ് മാത്രം പ്രായമുള്ള ആനകൾ വരെ ഉണ്ട് എന്നതാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പം ഇത്തരം ചെറുപ്രായത്തിലുള്ള ആനകളെയും പ്രായാധിക്യമുള്ള ആനകളെയും എല്ലാം മാറ്റി നിർത്തിയാൽ ഇപ്പോൾ തന്നെ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തും മറ്റും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ് ഒരാനകളെ പോലും വാങ്ങാനുള്ള അനുമതി നൽകാത്ത വനം വകുപ്പിൻ്റെ ഒരു നിലപാട്. ഇതിലൂടെ ഇത്തരം നാട്ടാനകൾ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ ഇവരുടെ ഔദ്യോഗികമായ ഇവരുടെ കൃത്യനിർവഹണത്തിനുള്ള ബാധ്യതകളും വളരെയധികം കുറയും എന്നത് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത്. അതിലുപരിയാണ് ക്ഷേത്ര ആചാരങ്ങൾക്ക് ആനകളെ അതിൽ നിന്നും ഒഴിവാക്കുക, അത്തരത്തിൽ ആചാരങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും വനം വകുപ്പും മറ്റും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നാട്ടാനകൾ വലിയ രീതിയിൽ കൃത്യമായ പരിപാലനമില്ലാത്തതിനാൽ
ചരിയുന്നു എന്നതാണ്. എന്നാൽ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2018 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 830 കാട്ടാനകൾ ചരിഞ്ഞപ്പോൾ ഇതേ സ്ഥാനത്ത് 161 നാട്ടാനകൾ മാത്രമാണ് ചരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ കണക്കുകൾ കൊണ്ട് തന്നെ നമുക്കറിയാം കാട്ടിലായാലും നാട്ടിലായാലും ആനകൾ ചരിയുന്നതിന് വലിയ വ്യത്യാസമില്ല. ഇല്ലെങ്കിൽ താരതമ്യേന കുറവ് കണക്ക് നാട്ടാനകളുടെ കാര്യത്തിലാണ്. നാട്ടാനകളാണ് ചരിയുന്നതിൽ എണ്ണത്തിൽ കുറവ് എന്നതാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ കാട്ടാനകളുടെ ആക്രമണത്തിൽ 153 പേർ ഇത് 2018 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മരണപ്പെട്ടപ്പോൾ നാട്ടാനകളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഇതിൻ്റെ പകുതിയിലും കുറവാണെന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ വനം വകുപ്പ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആനയെ കൊണ്ടുവരുന്നതിന് തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്ന എല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണ്. അതിന് പ്രത്യേക ലക്ഷ്യമുണ്ട് എന്ന ആക്ഷേപം തന്നെയാണ് നിലനിൽക്കുന്നതും. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാന ചുമതലകളിലിരിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥർക്ക് ഇന്ന് വിരമിക്കൽ ദിനം. സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, KSEB ചെയർമാനും MDയുമായ ബിജു പ്രഭാകർ, ഫയർഫോഴ്സ് മേധാവി K പത്മകുമാർ എന്നിവർ ഇന്ന് വിരമിക്കും. ഭരണ നിർവഹണത്തിലെ കരുത്തുറ്റ ഉദ്യോഗസ്ഥർ കൂടിയാണ് നീണ്ട സർവീസ് കാലത്തോട് യാത്ര പറയുന്നത്. ശാലിനി ചേരുന്നു. ശാലിനി പറയും. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് IAS IPS തലപ്പത്ത് ഈ ഒരു ദിവസം ഏറ്റവും സുപ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ദിനമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുകയാണെങ്കിൽ 49ാമത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ അവരുടെ സർവീസ് ജീവിതം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു പടി ഇറങ്ങുകയാണ് ഇന്ന് ഈ ഒരു 30-ാം തീയതി. കൂടാതെ തന്നെ ഫയർഫോഴ്സ് മേധാവി K പത്മകുമാർ അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതവും ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കട SAP ഗ്രൗണ്ടിലാണ്, പോലീസ് ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിലായി കാണുന്ന ദൃശ്യങ്ങൾ K പത്മകുമാറിനായിട്ടുള്ള അവസാന യാത്രയയപ്പ് നൽകാനുള്ള പരേഡിനായിട്ടുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ ഒരു പരിപാടിയിലേക്ക് എത്തും. ഒരുപക്ഷെ നീണ്ട സർവീസ് കാലം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത തലപ്പത്ത് ഉണ്ടായിരുന്ന ഭരണനിർവഹണ കാര്യത്തിലടക്കം ഉന്നത തലപ്പത്തുണ്ടായിരുന്ന IAS IPS ഉദ്യോഗസ്ഥരാണ് ഇന്ന് സർവീസ് ജീവിതം അവരുടെ അവസാനിപ്പിച്ച് വിരമിക്കൽ ദിനത്തിൽ ഇന്ന് ജനങ്ങളോട് യാത്ര പറയുന്നത്. എങ്ങനെ ആയിരിക്കണം ഉദ്യോഗസ്ഥർ എന്ന് തെളിയിച്ച് നൽകിയ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങളിൽ സുപ്രധാന ചുമതലകളിൽ ഇരുന്ന 3 പേരാണ് ഇന്ന് ഈ ഒരു വേദിയിൽ ഒരേ സമയം യാത്രയയപ്പ് നൽകാൻ സർക്കാർ ഒരുങ്ങുകയും ചെയ്തത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 49ാമത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ അവരുടെ ജീവിതം ഒപ്പം തന്നെ അവരുടെ സർവീസ് കാലഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. എടുത്ത ഏത് മേഖലയിലും അവരുടെ നൈപുണ്യം തെളിയിച്ചതിന് ശേഷമാണ് അവർ മടങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജനകീയമായിട്ടുള്ള ക്യാമ്പയിനുകൾ തുടങ്ങി ഏറ്റവും ഒടുവിലായി നവകേരളം മാലിന്യമുക്തമാക്കുന്നത് അടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള പദ്ധതികൾ ഒപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള സർക്കാർ തീരുമാനങ്ങളിൽ പങ്കുവഹിച്ച ശക്തയായ കരുത്തുറ്റ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥ കൂടിയാണ് ഇന്ന് വിരമിക്കുന്നത്. കൂടാതെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ KSEBയുടെ MDയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയായ ബിജു പ്രഭാകർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് അവസാനിക്കുകയാണ്. നമ്മളെപ്പോഴും വാർത്തകളിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ബിജു പ്രഭാകർ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. സർക്കാരിൻ്റെ ചില നിർണായക തീരുമാനങ്ങളിൽ ഒപ്പം തന്നെ KSEBയുടെ തലപ്പത്ത് അദ്ദേഹം എത്തുമ്പോഴും കൂടാതെ തന്നെ KSRTCയുടെ തലപ്പത്ത് അദ്ദേഹം എത്തിയപ്പോഴും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതാണ്. ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതടക്കം KSRTCയിൽ അദ്ദേഹം എത്തിയപ്പോഴും അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്ന താരം കൂടിയാണ്. കൂടാതെ തന്നെ K പത്മകുമാർ ഫയർഫോഴ്സിൻ്റെ മേധാവി സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഇന്ന് നീണ്ട അദ്ദേഹത്തിൻ്റെ IPS ജീവിതം അവസാനിപ്പിക്കുകയാണ്. പകരം നാളെ രാവിലെ 11 മണിയോടുകൂടി മനോജ് എബ്രഹാം DGP ആയി ഫയർഫോഴ്സ് മേധാവിയായി ചുമതലയേൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സുപ്രധാനമായ ചുമതലകൾ വഹിച്ച 3 ഉദ്യോഗസ്ഥർ അവരുടെ സർവീസ് കാലഘട്ടം ഇന്ന് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന വർണ്ണാഭമായ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ യാത്രയയപ്പ് തന്നെയാണ് സംസ്ഥാന സർക്കാർ അവർക്ക് നൽകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ പേരൂർക്കട SAP ഗ്രൗണ്ടിൽ നിന്ന് കാണുന്നത്. ശാരദാ മുരളീധരൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലായി വന്ന ജാതീയ അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും ഉന്നതമായൊരു ചുമതലയിൽ നിന്ന് അവർ പടിയിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾക്കടക്കം നൽകിയ ചില പ്രതികരണങ്ങളിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഉന്നതനാണ് തന്നെ ജാതീയമായി അധിക്ഷേപിച്ചത്. അദ്ദേഹത്തിൻ്റെ അവരുടെ കളറിൽ
നിറത്തിന്റെ കാര്യത്തിലടക്കം അധിക്ഷേപിച്ചത് ഒരു ഉന്നതനാണ് എന്നുള്ളൊരു പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. പക്ഷെ ആ ഉന്നതൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തകനാണോ അതോ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ നിൽക്കുമ്പോഴാണ് ഈ വേദിയിൽ അവർ പടിയിറങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കെ പത്മകുമാർ അടക്കമുള്ളവർ നമുക്ക് അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്യും. ടോമിൻ്റെ ജെ തച്ചങ്കരിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ IAS IPS തലപ്പത്ത് നിലവിലുണ്ടായിരുന്നവരും ഒപ്പം തന്നെ വിരമിച്ചവരുമായ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഈ വേദിയിലുണ്ടാവും. ആ ഒരു നിറഞ്ഞ സദസ്സിൽ തന്നെയായിരിക്കും ഈ 3 ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി യാത്രയയപ്പ് നൽകുക. രോഹിണി. ശരി ശാലിനി. സുപ്രധാന ചുമതലകളിൽ ഇരിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥർക്ക് ഇന്ന് വിരമിക്കൽ ദിനമാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, KSEB ചെയർമാനും MDയുമായ ബിജു പ്രഭാകർ, ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ എന്നിവരാണ് ഇന്ന് വിരമിക്കുന്നത്. യാത്രയയപ്പ് ചടങ്ങിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ശാലിനി നമുക്ക് വിവരങ്ങൾ നൽകിയത്. മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്ന് വനം വകുപ്പ് എടുത്ത കേസിൽ റാപ്പർ വേടന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വേടനെ ഇന്നലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. എന്നാൽ ഫ്ളാറ്റിൽ നിന്നും സംശയകരമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതേസമയം കഞ്ചാവ് കേസിൽ വേടന് ലഹരി എത്തിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്ന് ഏറ്റവും പ്രധാനമായും നടക്കുന്ന കാര്യം തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയാകുകയാണ്. വൈകിട്ട് 5 മണിയോടുകൂടി, അതായത് കസ്റ്റഡി പൂർത്തിയാകുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ തൃശ്ശൂരിലെ ജുവലറിയിൽ എത്തിച്ച് ഈ പുലിപ്പല്ലിന് രൂപമാറ്റം വരുത്തി ലോക്കറ്റാക്കിയ ആ ജുവലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടക്കും. ഇത് ഏറെ നിർണായകമാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ പുലിപ്പല്ല് റാപ്പർ വേടന് നൽകിയതായി പറയുന്ന രഞ്ജിത്ത് കുമ്പിടിയെ ഇതുവരെയും ബന്ധപ്പെടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അത് വളരെ നിർണായക ഒരു നീക്കമായി തന്നെയാണ് കാണുന്നത്. എന്നാൽ അതിലേക്ക് എത്തിപ്പെടാത്തത്, കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുമ്പ് അയാളെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നതും. ഇതേ സാഹചര്യത്തിൽ തന്നെ വേടൻ്റെ ഇൻസ്റ്റാഗ്രാം, അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകളെല്ലാം കേന്ദ്രീകരിച്ചും ഫോൺ കോൾ വിവരങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം അടുത്ത സുഹൃത്തുക്കളെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ ഇന്ന് തൃശ്ശൂരിലെ തെളിവെടുപ്പിന് ശേഷം വൈകിട്ട് തിരികെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയക്കുന്നതിന് മുമ്പ് പരമാവധി വിവരങ്ങൾ വേടനിൽ നിന്നും ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ലഹരി എത്തിച്ചു തന്നത് ആരെ എന്നതിലേക്കും ഇതുവരെയും കൃത്യമായി എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് ലഹരി വിതരണം അത്തരം ഈ ശൃംഖലയിൽപ്പെട്ട മറ്റാർക്കെങ്കിലും ഇത്തരം ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പരമാവധി വിവരം ശേഖരിക്കുക. ഇതിന് പാരലായി തന്നെ കൂടുതൽ സുഹൃത്തുക്കളെയും മറ്റും ചോദ്യം ചെയ്തുകൊണ്ടും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുമുള്ള നീക്കവുമാണ് ഇപ്പോൾ നടക്കുന്നത്. രോഹിണി. ശരി. വികസന തിരയിൽ വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖം വിശ്വഭാരതത്തിലേക്കുള്ള കവാടമാകുമെന്ന് പോർട്ട് MD ദിവ്യ S. അയ്യർ. തുറമുഖം തുറക്കുന്നത് പുതിയ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞത്ത് 8,800 കോടി രൂപയുടെ നിക്ഷേപങ്ങളെത്തി. ലോകോത്തര കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്ത് ലക്ഷ്യമാക്കിയെത്തും. പ്രതീക്ഷിച്ച ടാർഗറ്റിന് മുകളിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനമെന്നും ദിവ്യ S. അയ്യർ ജനം TVയോട് പ്രതികരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ്ങിനൊരുങ്ങിയാണ്. പല ഘട്ടങ്ങളിലായിട്ട് ഉദ്ഘാടനവും ട്രയൽ റണ്ണൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ആഘോഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ നിൽക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ട് MD കൂടിയായ ശ്രീ ദിവ്യ S. അയ്യർ നമ്മളോടൊപ്പം ചേർന്നു. മാഡം, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, പല കോണുകളിൽ നിന്ന് വരുന്നതാണ്. നമ്മളെല്ലാം ആഘോഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരുപക്ഷെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആഴമെന്ന് തന്നെ പറയാം, ആ ഒരു ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് നമ്മുടെ വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രദേശത്തിൻ്റെയോ തിരുവനന്തപുരം ജില്ലയുടെയോ കേരളത്തിൻ്റെയോ മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും
ഭാരതത്തിൻ്റെ ഒരു വിശ്വകവാടമാണ്, ഇന്ത്യയുടെ ഒരു വിശ്വകവാടമാണ് വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് തത്തുല്യമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തിനെ സമർപ്പിക്കുവാനായിട്ട് ആദരണീയനായ പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യം നെഞ്ചിലേറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്, നമ്മൾ മലയാളികൾ തന്നെയാണ് അതിനെ നെഞ്ചിലേറ്റേണ്ടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആഘോഷത്തിനും അഭിമാനത്തിനും ആഹ്ലാദത്തിനും ഒക്കെ വക നൽകുന്ന ഒരു വലിയ ആഴക്കടൽ തന്നെയാണ് എന്നുള്ളത് ചരിത്രം തെളിയിക്കും തീർച്ചയായിട്ടും. ഇത്രയും സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു പക്ഷേ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന തുറമുഖം, ആ തുറമുഖത്തെ നയിക്കുന്ന ഒരു സ്ത്രീകളാണ്. മാഡം അതിൻ്റെ MD ആണ്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സ്ത്രീകളാണ് ആ തുറമുഖത്തെ നയിക്കുന്നത്. അതെ, അതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ തുറമുഖത്തിൻ്റെ MD എന്നുള്ള നിലയിൽ ഞാൻ ഒരു വനിതയാണ് എന്നുള്ളതിലും അതിലുപരിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവിടുത്തെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അവിടുത്തെ ക്രെയിനുകളുടെ ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ക്രെയിനുകളുടെ റിമോട്ട് കൺട്രോൾ ഓപ്പറേഷൻസ് എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തികളിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾ നമുക്ക് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ കിടപിടിക്കുന്ന ഒരു മൂല്യം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഭാരതത്തിൽ തന്നെ ആദ്യമായാണ് വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സായി നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനത്തിന് വക നൽകുന്ന ഒരു വിഷയമാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് റാപ്പിഡായിട്ടുള്ളൊരു ചേഞ്ചാണ്. അതിൽ നമ്മൾ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ് യൂറോപ്പിൽ നിന്നും ചൈനയിലേക്കുള്ള ചരക്ക് പാതയിൽ MSC പോലുള്ളൊരു കമ്പനി അതിൻ്റെ സ്ഥിര ചരക്ക് സർവീസ് ജെയ്ഡ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. അത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുക? നമുക്ക് ആരംഭകാലത്തിൽ തന്നെ, അതായത് നമ്മൾ ട്രയൽ റൺ ആരംഭിച്ചത് നമുക്കറിയാം, ജൂലൈയിലായിരുന്നു ട്രയൽ റൺ ആരംഭിച്ചത്. അതിനുശേഷം ഡിസംബർ 3-ാം തീയതി മുതൽ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കരാർ പ്രകാരം നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ ഇതിനോടകം തന്നെ നമുക്ക് ഏകദേശം 280 കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തിൽ വന്നു കഴിഞ്ഞു, തീരമണഞ്ഞു കഴിഞ്ഞു. അതിനോടൊപ്പം ഏകദേശം 6 ലക്ഷത്തോളം TEUs കണ്ടെയ്നറുകൾ നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ നമുക്കായി സെറ്റ് ചെയ്ത ഒരു ടാർഗറ്റിനേക്കാളും ശരിക്കും കൂടുതലാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ, ആദ്യ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് 1 മില്യൺ കണ്ടെയ്നറുകൾ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. പുതിയ കരാർ വെച്ചുകൊണ്ട് 2028 തന്നെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി വരുന്ന വർഷങ്ങളിൽ ഇനി നമുക്ക് 3 വർഷമേ ഉള്ളൂ ശരിക്കും. അപ്പോൾ ആ 3 വർഷങ്ങളിൽ നമ്മൾ ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ മാത്രമായി വരാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനോടകം 1-ാം ഘട്ട നിർമ്മാണം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ 8,800 കോടി രൂപയുടെ നിക്ഷേപം ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ്. അതല്ലാതെയുള്ള പരോക്ഷമായിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ മറ്റെല്ലാ മേഖലകളിലും ഉണ്ടാകും. വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയിൽ ഒപ്പമുണ്ടായിരുന്ന ആളാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1.5 വർഷക്കാലമാകുന്നു ഒപ്പമുണ്ടായിരുന്ന ആളാണ്. എന്നാണ് വ്യക്തിപരമായിട്ടുള്ള സന്തോഷം? അതും കൂടി പങ്കുവെച്ചാൽ. വ്യക്തിപരമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും അവിസ്മരണീയമായിട്ടുള്ള നാളുകളാണ് ഈ കടന്നു പോകുന്നതെല്ലാം. അതിനോടൊപ്പം ഓരോ പ്രതിസന്ധിയും എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ പറയും. കാരണം ഇത്രയധികം ഒരുപക്ഷെ വെല്ലുവിളികളും വിഷമതകളും ഒക്കെ നാനാ തുറകളിൽ നിന്നും ഒരു പദ്ധതിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാത്തിനും വെല്ലുവിളികൾ ഉണ്ടാകും. ഓരോന്നും എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്, അതിനെ നമ്മളെ തളർത്താനാവില്ല എന്നുള്ള ഒരു സ്വയം തിരിച്ചറിയൽ കൂടി ഈ ഒരു പ്രക്രിയയിലൂടെ ഒരു വ്യക്തി എന്ന നിലയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2-ാം തീയതി തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും. വലിയൊരു സ്വപ്നമാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്യാമറമാൻ വിജയം സായിക്കൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ 4-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇടുക്കിയിൽ വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 58,000 ചതുരശ്ര അടിയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 151-ലധികം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ശ്രീ രാജചന്ദ്രൻ നിർണാകുന്നേൽ അവர்கள் പക്ഷിയാത്രയുടെ ഭാഗം
സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും സുപ്രധാന പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശന വിപണന മേള. സ്റ്റാർട്ടപ്പ് മിഷൻ, പൊതുമരാമത്ത് വകുപ്പ്, എക്സൈസ്, അഗ്നിശമന സേന, കായികം, ജയിൽ, വനം, ജലസേചനം തുടങ്ങി 58ഓളം ഡിപ്പാർട്ട്മെന്റുകളുടെ വ്യത്യസ്തമായ സ്റ്റാളുകൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റവും റോബോട്ടിക്കിന്റെ അനന്ത സാധ്യതകളും പൊതുജനങ്ങളിലേക്ക് എത്തിച്ച സ്റ്റാർട്ടപ്പ് മിഷൻ. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച് കായിക വകുപ്പിന്റെ സ്റ്റാൾ. ദുരന്തമുഖങ്ങളിൽ പകച്ചു നിൽക്കാതെ രക്ഷാപ്രവർത്തനത്തിന് കർമ്മനിരതരാകാൻ ആളുകൾക്ക് അഗ്നിശമന സേനയുടെ ബോധവൽക്കരണം. ലഹരിക്കെതിരെ വിനോദ പരിപാടികളിലൂടെയുള്ള എക്സൈസ് വകുപ്പിന്റെയും ബോധവൽക്കരണം. ലഹരിയിൽ നിന്ന് നമ്മുടെ യുവജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തേക്ക് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഹരിയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശത്തോടൊപ്പം ചെറിയ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ചെറിയ സമ്മാനങ്ങൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ലഹരിക്കെതിരെ വിപുലമായ ഒരു ക്യാമ്പയിനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയിരുന്നത്. പൊതുജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് പ്രദർശനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇതെല്ലാവരും ഒന്ന് കാണണം. കാണുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ കാണലും വലിയ വിജ്ഞാനപ്രദമായ ഒരു സ്റ്റാളായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ഇന്നത്തെ രീതിയിൽ ഈ ഡെവലപ്മെന്റ്സിന്റെ പുതിയ മുഖം കാണാനായിട്ട് പറ്റുന്നു. ഞങ്ങളിപ്പോൾ അഗ്രികൾച്ചറും PWDയും അതോടൊപ്പം തന്നെ വിവിധ സ്റ്റാളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും കാണുന്ന നിമിഷം തന്നെ ബോധ്യപ്പെടുന്നത് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ദർശിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഗവൺമെന്റിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകും. ദിസ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വരാൻ ഇത്രയും മനോഹരമായ സ്റ്റാളുകളൊക്കെ സന്ദർശിക്കുക ഇടുക്കിയിലെ ജനങ്ങൾക്ക് അവസരം കൂടിയാണ്. അത് ഭംഗിയായി അത് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ജനപങ്കാളിത്തത്തോടെ മേള വലിയ വിജയമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. വിവിധ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ സ്റ്റാളുകളുണ്ട്. ഇവിടെ തന്നെ നമുക്ക് സർവീസസ് നൽകാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഉള്ള പ്രോഗ്രാം സ്കീമിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് മാത്രമല്ലാതെ അത് ആഘോഷിക്കാനുള്ള അവസരം കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഫുഡ് കോർട്ട്സ് ഉണ്ട്, കൾച്ചറൽ ഈവനിങ്സ് ഉണ്ട്. ജനങ്ങൾക്ക് വന്നിട്ട് പഠിക്കാം, അതിനോട് ചേർത്ത് തന്നെ ആഘോഷിക്കാം. എല്ലാവരും അതിന്റെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ നല്ല തിരക്കാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടി നല്ല സഹകരണം ഉണ്ടാവും. ജനങ്ങൾക്ക് ഇവിടെ വരാം. പ്രമുഖ കലാകാരന്മാർ ഒരുക്കുന്ന നൃത്തനാട്യ സംഗീത പരിപാടികളും മേളയുടെ ഭാഗമായുണ്ട്. ഭക്ഷ്യമേളയും സാംസ്കാരിക മേളയും ഒരുക്കിയിരിക്കുന്നു. മെയ് 5 വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന മേള പൊതുജനങ്ങൾക്ക് സൗജന്യമായി ആസ്വദിക്കാം. ജനം, ഇടുക്കി. കോളറയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. വേനൽക്കാലമായതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും നിർദ്ദേശം. മലിനജലത്തിലൂടെയും രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം എന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സ്വദേശിയായ 63-കാരന്റെ മരണം കോളറ മൂലമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വേനൽക്കാലം ആരംഭിച്ചതോടെ പല പകർച്ചവ്യാധികളും സംസ്ഥാനത്തെ കീഴടക്കുകയാണ്. ഇപ്പോൾ കോളറ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയായി മാറുകയാണോ? കോളറയ്ക്കെതിരെ ജാഗ്രത വേണമെന്നാണല്ലോ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. രോഹിണി, സംസ്ഥാനത്ത് കോളറ വ്യാപിക്കുന്നതിൽ യാതൊരു മുൻകരുതലുകളും സ്വീകരിക്കുന്നില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് 2 പേര് മരിച്ചതിൽ ഒരാൾ കോളറ ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. മലിനജലത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ കോളറ വ്യാപിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തലസ്ഥാനത്തും അതോടൊപ്പം സംസ്ഥാനത്തുള്ള വിവിധ കടകളിലും മറ്റും
ഭക്ഷ്യവകുപ്പ് പരിശോധന നടത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതും മലിനജലത്തെ ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളും ഒന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു മുൻകരുതലുകൾ മാത്രം അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ പേശിവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ അസ്വസ്ഥതകൾ കാണുകയാണെങ്കിൽ അടിയന്തരമായിട്ടത് ആശുപത്രിയിൽ കാണിച്ച് ചികിത്സ തേടണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണം, വെള്ളം ഇവയൊക്കെ മലിനമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലുമാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മരണപ്പെട്ട ആളുടെ കൂട്ടിരിപ്പുകാർക്കോ അതോടൊപ്പം തന്നെ ഈ പരിചരിച്ച നഴ്സുമാർക്കോ ആശുപത്രിയിലുള്ളവർക്കോ ഒന്നും ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ 8 വർഷങ്ങൾക്ക് ശേഷം കോളറ ബാധിച്ച ഒരാൾ മരണപ്പെടുമ്പോൾ അത് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. മറ്റ് മുൻകരുതലുകളും അതോടൊപ്പം തന്നെ ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വിരമിക്കുന്ന ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറിന് പൂജപ്പുര SAP ഗ്രൗണ്ടിൽ യാത്രയയപ്പ് പരേഡ് നൽകുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. IAS IPS തലത്തിലുള്ള 3 പേരാണ് ഇന്ന് വിരമിക്കുന്നത്. അതിൽ കെ പത്മകുമാറിന് SAP ഗ്രൗണ്ടിൽ യാത്രയയപ്പ് നൽകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. വരും മണിക്കൂറുകളിലും നമുക്കതിലേക്ക് എത്താം. അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. തെരുവുനായയുടെ കടിയേറ്റ് മരണം ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴും അവയുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയുന്നില്ല. കോഴിക്കോട് ബീച്ചിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവുനായ ശല്യം രൂക്ഷമാണ്. നായ്ക്കളെ വന്ധീകരിക്കുന്ന സംവിധാനത്തിനപ്പുറം ഷെൽട്ടർ ഹോമുകളൊന്നും ജില്ലയിലില്ല. 2024 മാത്രം കേരളത്തിൽ 3,16,000-ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കഴിഞ്ഞ ദിവസം ഒരു 5 വയസ്സുകാരി നായയുടെ കടിയേറ്റ് വിഷബാധയേറ്റ് മരിച്ചിരുന്നു. അതിനുശേഷം വരുന്ന കണക്കുകൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ മാസവും തെരുവുനായയുടെ കടിയേൽക്കുന്നത്. അതിൽ അപകടമരണം സംഭവിക്കുന്നവരുടെ എണ്ണവും നിരവധിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ പേവിഷബാധയേറ്റ് മരണം സംഭവിക്കുമ്പോഴും ഒരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്? രോഹിണി, കൃത്യമായി തന്നെ പറഞ്ഞാൽ ഈ മലപ്പുറത്ത് 5 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന ഒരു അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ 5 വയസ്സുകാരിക്ക് പെടുമരണം വാങ്ങിക്കൊടുത്തതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ അധികൃതർക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കോഴിക്കോട് പരിസരത്തെ സംബന്ധിച്ച് ഓരോ ഇടങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. പക്ഷെ കൃത്യമായൊരു പ്രതിവിധി കണ്ടെത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഈ കൃത്യമായി ഈ തെരുവ് നായ്ക്കളെ കണ്ടെത്തി അവയെ വന്ധീകരിച്ച് വിടുന്ന ഒരു സാഹചര്യം മാത്രമാണ് കോഴിക്കോടുള്ളത്. കൃത്യമായൊരു ഷെൽട്ടർ ഹോമുകൾ ഇവിടെ എവിടെയും ഇല്ല എന്നതാണ് വസ്തുത. ഇങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ദിവസേന ആളുകൾക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്ന ഗുരുതര സാഹചര്യം ഉണ്ട്. മാത്രമല്ല ഈ തെരുവുനായ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൃത്യമായി തന്നെ ഈ കോർപ്പറേഷനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ഫണ്ട് ഏത് രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം പോലും ഇത്തരത്തിൽ നായുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ വളർത്തുന്ന ഒരു നായ, ആ നായയെ
ഈ ഉടമ ഒഴിവാക്കുകയാണെങ്കിൽ അതിനെ റോഡിലും മറ്റു പരിസരത്തൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലും ഇവിടെയുണ്ട്. അങ്ങനെ റോഡിൽ ഉപേക്ഷിക്കാൻ പാടില്ല. കൃത്യമായി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ട് ഈ നായ അവരെ ഏൽപ്പിക്കണം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഒക്കെ തന്നെ കൃത്യമായി അവർക്ക് വേണ്ട ചികിത്സ നൽകി ഇവരെ ഷെൽട്ടർ ഹോമുകളിൽ അല്ലെങ്കിൽ ഷെൽട്ടർ ഒരുക്കിക്കൊണ്ട് അവിടേക്ക് താമസിപ്പിക്കണം എന്നതാണ് ചട്ടം, നിയമം. പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഒരു ഷെൽട്ടർ ഹോമുകളും ഇല്ല എന്നതാണ്. നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയി വന്ധീകരിച്ച് അതിനെ തിരിച്ച് അതേ സ്ഥലത്ത് വിടുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ നാട്ടുകാരോടൊക്കെ സംസാരിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു 8 മാസം മുൻപൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ നായ്ക്കളെ പിടിച്ചുകൊണ്ട് വന്ധീകരിക്കുന്ന നടപടി പോലും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അതിനുശേഷം പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർക്ക് കടിയേൽക്കുന്ന സമയത്ത്, പ്രതിഷേധിക്കുന്ന സമയത്ത് അപ്പോൾ മാത്രമാണ് കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നതാണ്. മാത്രമല്ല ഈ പ്രദേശത്തൊക്കെ തന്നെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. കുഞ്ഞു കുട്ടികളാണ് ഈ നായ്ക്കളുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നത് എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം 5 വയസ്സുകാരി മരിച്ചൊരു സാഹചര്യം. ഈ ഏതെങ്കിലും തരത്തിൽ പേവിഷബാധയുള്ള ഒരു നായുടെ കടി കഴുത്തിന് മുകളിൽ, തലയ്ക്ക് ഏതെങ്കിലും ഭാഗത്ത് കടിയേൽക്കുകയാണെങ്കിൽ പേവിഷബാധ വരാനുള്ള ഒരു സാധ്യത 10% ഉണ്ട് എന്നാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാണ് കടിയേൽക്കാനുള്ള ഒരു സാധ്യത ഏറെ ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടാതെ കൃത്യമായി ഈ തെരുവുനായ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നടപടി അധികൃതർ സ്വീകരിക്കണം. അല്ലെങ്കിൽ തന്നെ ഈ തെരുവുനായ എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. കൃത്യമായി നായ്ക്കൾ വളരേണ്ടത് തെരുവിലല്ല, അതിന് കൃത്യമായ ഒരു ഷെൽട്ടർ ഹോമുകൾ ഒരുക്കേണ്ടത് നമ്മുടെ അധികൃതർ തന്നെയാണ്. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയ്ക്കു വേണ്ടി പോരാട്ടം തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയെ മഹത്തായ രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. വിജയങ്ങൾ തുടരും തോറും പോരാട്ടവും ആവർത്തിക്കും. അമേരിക്ക ആർക്കും കീഴടങ്ങില്ലെന്നും ട്രംപ് പറഞ്ഞു. അധികാരത്തിലെത്തി 100 ദിവസം തികഞ്ഞ വേളയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. Our golden age has only just begun. We are one people, one family, and one glorious nation under God. We will never give in. We will never give up. We will never back down. We will never, ever surrender. We will fight, 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 and we will win, win, win. Together, we will make America powerful again. We will make America wealthy again. We will make America healthy again. We will make America strong again. We will make America proud again. We will make America safe again. And we will make America great again. I love you, Michigan. I love you. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി 100 ദിവസം തികഞ്ഞ വേളയിലാണ് ഈ ആവേശകരമായ പ്രസംഗവും പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നത്. അമേരിക്കയ്ക്കു വേണ്ടി പോരാട്ടം തുടരുമെന്നും അമേരിക്കയെ വിജയത്തിലേക്ക് മഹത്തായ രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്നുമാണ് ട്രംപ് പറയുന്നത്. വളരെ നിർണായക നീക്കങ്ങളാണ് നമുക്കറിയാം ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം പടിപടിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ശ്രമങ്ങൾക്ക് മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച പ്രഖ്യാപനം തന്നെയാണോ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? തീർച്ചയായും രോഹിണി, ആ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഉറച്ച പ്രഖ്യാപനം നടത്തുമ്പോഴും അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ട ആ ശബ്ദശകലത്തിൽ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് അമേരിക്ക ആർക്കു മുന്നിലും തോറ്റുകൊടുക്കില്ല, മാത്രമല്ല കൂടുതൽ ശക്തി ആർജിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്നും വായിച്ചെടുക്കേണ്ട ഒരു ലോക രാഷ്ട്രീയ ക്രമമുണ്ട്. കൃത്യമായി നമുക്കറിയാവുന്നതാണ്, ഒരു കാലത്ത് ലോകത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ അധികാരങ്ങൾ നിലനിന്നിരുന്നു. ആ ഒരു സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വാണിജ്യ രംഗത്തെ ഒരു ആധിപത്യത്തിലേക്കും അതുപോലെ തന്നെ ഒരു പരിധിവരെ സൈനികാധിപത്യത്തിലേക്കും നീങ്ങാനുള്ള ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നത്. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കറിയാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായ നിലപാടുകൾ പല ഇടങ്ങളിലും എടുത്തിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കുടിയേറ്റക്കാരുടെ വിഷയത്തിലായാലും അതുപോലെ തന്നെ അടിയന്തരമായി അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ ചെയ്തു തീർക്കേണ്ട നിരവധി കാര്യങ്ങൾ. ഈ പ്രസംഗം ഏതാണ്ട് 30 മിനിറ്റോളം നീണ്ടു നിന്ന ഒരു പ്രസംഗമാണ്. അതിൽ വളരെ കൃത്യമായി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായി അദ്ദേഹം എടുത്തു പറയുന്നത് അമേരിക്കയെ വീണ്ടും
വീണ്ടും മഹത്തരമാക്കും. അതായത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന അതേ പ്രഖ്യാപനം തന്നെ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. 100 ദിവസം തികഞ്ഞ വേളയിൽ, അതായത് നമുക്കറിയാം ജനുവരി 20-നാണ് അദ്ദേഹം അധികാരത്തിലേറ്റത്. 100 ദിവസം തികഞ്ഞ വേളയിൽ മിഷിഗണിൽ നടന്നൊരു പൊതുയോഗത്തിലാണ് ഇത്രയും ആത്മവിശ്വാസം നിറഞ്ഞ ഒരു നിലപാട്, കൃത്യമായ നിലപാട്. ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കില്ല, കൂടുതൽ ശക്തരായി അമേരിക്ക മാറും, ഒരു മഹത്തരമായ രാജ്യമായി അമേരിക്കയെ മാറ്റും, അമേരിക്കയുടെ ആരോഗ്യസ്ഥിതിയും അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം തന്നെ വൻതോതിൽ ഉയർത്തും. അതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ വിഷയങ്ങളെല്ലാം തന്നെ ഈ പ്രഭാഷണത്തിൽ പരാമർശിച്ചിരുന്നു. അത്തരത്തിൽ വിശദമായ ആത്മവിശ്വാസം നിറഞ്ഞ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നിലപാടുകൾ നിറഞ്ഞ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു 100 ദിവസം തികഞ്ഞ വേളയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന ഫ്ലെക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ വെറും പ്രഹസനമായി പോലീസ് അന്വേഷണം. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. കാലടി പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണം പ്രഹസനമെന്നുള്ള ആക്ഷേപം തന്നെ ഉയരുന്നുണ്ട്. കാലടി സംസ്കൃത സർവകലാശാലയിലാണ് പ്രധാനമന്ത്രി അവഹേളിക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് വച്ചത്. അന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലടി പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കാലടി സംസ്കൃത സർവകലാശാലയിലെ ഫ്ലെക്സ് ബോർഡ് വിവാദത്തിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചതിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ്. അന്വേഷണം വെറും പ്രഹസനമാണ്, രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പോലീസിനെ കൊണ്ടുള്ള അന്വേഷണം കാര്യക്ഷമമാക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. രാജ്യത്തെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വിഘടന ശക്തികളുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഏറ്റവും വികലമായാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാലടി സർവകലാശാലയ്ക്ക് മുന്നിൽ ഫ്ലെക്സ് ബോർഡിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് വലിയ വിവാദമായിരുന്നു, വലിയ പ്രതിഷേധങ്ങൾക്ക് ഒക്കെ ഇടവച്ചിരുന്നു. പക്ഷേ എന്നിട്ട് പോലും കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. നിലവിൽ നിരവധി തെളിവുകൾ പോലീസിന്, ഈ പ്രതികളെ കണ്ടെത്താനുള്ള നിരവധി തെളിവുകൾ പോലീസിന് പക്കലുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അവർ സ്വീകരിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഇതിന് കൃത്യമായി ക്യാമ്പസിനുള്ളിലെ CCTV ദൃശ്യമുണ്ട്, അതോടൊപ്പം തന്നെ ഈ കവാടത്തിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ കൃത്യമായി പോലീസിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉയരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും BJPയുടെ ഒരു പരാതിയിലാണ് ഈ കലാപ ആഹ്വാനത്തിന് ഇവിടെ കേസ് എടുത്തിരിക്കുന്നത്. കേസ് എടുക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു നടപടിയും കാലടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഇതിനെ കാണാൻ കഴിയില്ല. നിരന്തരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ കാലടി സർവകലാശാലയിൽ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അവർ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവമോർച്ച നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും വിഷയത്തെ ഏറെ ഗൗരവത്തോടെ തന്നെ കാണാനാണ് BJPയുടെ തീരുമാനം. എന്തായാലും നീതി ലഭിക്കും വരെ, ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കും വരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ, കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് നിലവിൽ BJP എടുത്തിരിക്കുന്നത്. അത് ഏതറ്റം വരെയും പോകുമെന്നുള്ള ഒരു കൃത്യമായ കാര്യമാണ് BJP നേതാക്കൾ പറയുകയും ചെയ്തിരിക്കുന്നത്. രോഹിണി, ശരി. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്. PFI ഭീകരവാദികളുടെ അരുംകൊലകളിലൊന്നായ അഭിമന്യു വധക്കേസിൽ വിചാരണ നടപടികൾ നീളും. മെയ് 23-നാണ് ഇനി കേസ് പരിഗണിക്കുക. വിചാരണ ഈ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധിക്ക് ശേഷമേ അഭിമന്യു വധക്കേസിൽ വിചാരണ ആരംഭിക്കുകയുള്ളൂ. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, PFI ഭീകരവാദികളുടെ കൊലക്കത്തിക്കിരയായ അഭിമന്യു വധക്കേസിൽ വിചാരണാ നടപടികൾ നീളും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിചാരണാ നടപടികൾ നീളുന്നത്?
ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്ന തെളിവുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അന്വേഷണ സംഘത്തിൻ്റെയും വലിയ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ഹൈക്കോടതി ഈ തെളിവുകൾ പുനഃസൃഷ്ടിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ പുനഃസൃഷ്ടിച്ച തെളിവുകൾ അത് പ്രതിഭാഗം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അവർ അത് പരിശോധിച്ചതിന് ശേഷമേ ഇനിയും വാദം തുടരാവൂ എന്ന ഒരു നിർദ്ദേശം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാദം മാറ്റിവെച്ചിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ അത് അന്തിമ വിധി വന്നതിന് ശേഷമാവും ഇതിൻ്റെ പ്രാരംഭ വിചാരണ ആരംഭിക്കുക. നേരത്തെ 2024 പ്രാരംഭ വിചാരണ ആരംഭിക്കാനിരുന്നതാണ്. അത് പിന്നീട് 2025 ജനുവരിയിലേക്ക് മാറ്റി. ഇപ്പോൾ അത് മെയ് 23 മാറ്റിയിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഈ കേസിൻ്റെ വാദം വലിയ രീതിയിൽ നീണ്ടുപോകുന്നു, ഇതിൻ്റെ തെളിവുകൾ നഷ്ടപ്പെടുന്നു, വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നു എന്നതെല്ലാം ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിലെ പ്രതിഭാഗവും ഏത് തരത്തിലും ഇതിൻ്റെ വാദവും മറ്റും നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഇല്ലെങ്കിൽ വഴങ്ങുന്ന രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നോ എന്നുകൂടി നമ്മൾ ഇപ്പോൾ വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. 16 പ്രതികളും 125 സാക്ഷികളുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിലെ പ്രതികളെയൊക്കെ പിടികൂടുന്നതിൽ തന്നെ വലിയ വീഴ്ചയും കാലതാമസവും ഉണ്ടായിരുന്നു. പല പ്രതികളും നേരിട്ട് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. പ്രതികൾക്കെല്ലാം തന്നെ ഒളിവ് സങ്കേതങ്ങൾ അടക്കം ഒരുക്കി കൊടുത്തതിൽ ചില CPM ബന്ധങ്ങൾ വരെ ആരോപിക്കപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഒരു CPM രക്തസാക്ഷിയെ CPM ഭരണകാലത്ത് പോലും സംരക്ഷിച്ച് ആ പ്രതികളെ സംരക്ഷിച്ച് നിർത്തുന്ന സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന അവസ്ഥ നിലനിൽക്കുകയാണ് ഈ വിചാരണയും അനന്തമായി നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. രോഹിണി. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. PFI ഭീകരവാദികളുടെ കൊലകളിലൊന്നായ അഭിമന്യു വധക്കേസിൽ വിചാരണ നടപടികൾ നീളും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മെയ് 23 ഇനി കേസ് പരിഗണിക്കുക. വിചാരണ ഈ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധിക്ക് ശേഷമേ അഭിമന്യു വധക്കേസിൽ വിചാരണ ആരംഭിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമം നടത്തുന്നതിൽ പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ. ഓമല്ലൂരിൽ ഇന്ന് ഭക്തർ നാമജപ ഘോഷയാത്ര നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ച് CPM ക്ഷേത്രകാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നാണ് ഭക്തർ ആരോപിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പറയൂ. രോഹിണി, ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ക്ഷേത്രമാണ്. 10 ദിവസം ആറാട്ടോടുകൂടി ഉത്സവം നടക്കുന്നു എന്നുള്ള പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. മെയ് 8 ഇവിടുത്തെ ഉത്സവം ആരംഭിക്കാൻ ഇരിക്കെയാണ് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഇവിടുത്തെ ഉപദേശക സമിതിയെ അകാരണമായിട്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് മരവിപ്പിച്ചിട്ട് ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്താൻ തീരുമാനമെടുക്കുകയാണ് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായിട്ടുള്ളത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഉത്സവത്തിന് ശേഷിക്കെ ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്തുമ്പോൾ ഉപദേശക സമിതിയുടെ കാര്യങ്ങൾ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് ഭക്തജനങ്ങൾ ഉന്നയിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ ഉത്സവ നടത്തിപ്പിനുള്ള സാമ്പത്തിക സമാഹരണം, ഒപ്പം 7 കരകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഉത്സവമാണ് നടക്കുന്നത്. 7 കരകളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തും, ഇതിൻ്റെ മറ്റ് പരിപാടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കും, ഒപ്പം ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആശങ്ക നിലനിർത്തിക്കൊണ്ടാണ് ഭക്തജനങ്ങൾ ഇത്തരത്തിൽ സുഗമവും ഭംഗിയുമായിട്ടുള്ള ഉത്സവം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ആശങ്ക പ്രകടമാക്കുന്നത്. ഈ കാര്യത്തിലാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഭക്തർ നാമജപ ഘോഷയാത്രയും ഒപ്പം ഭക്തജന സംഗമവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K. ഹരിദാസ് കുമാർ ഈ നാമജപ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭക്തജനങ്ങൾ വലിയ രീതിയിൽ ഇവിടെ സംഗമിക്കുമ്പോൾ അതിന് ഇനിയുള്ള ആശങ്കകളും ഭക്തജനങ്ങളുടെ ആ ഉത്സവ നടത്തിപ്പ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ പ്രതിസന്ധികളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ആ സംഗമം ഇന്ന് വൈകിട്ട് ഓമല്ലൂരിൽ നടക്കുകയും ചെയ്യും. കാലങ്ങളായിട്ട് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം CPM പ്രാദേശിക നേതൃത്വം ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങൾ പതിവായി ഉന്നയിക്കുന്ന ആരോപണം. ഈ കാര്യത്തിൽ ഭക്തജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി CPM പ്രാദേശിക നേതൃത്വം ക്ഷേത്രകാര്യങ്ങളിൽ വീണ്ടും അന്യായമായി ഇടപെടുന്നു എന്നുള്ളതായിരുന്നു ഭക്തജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരാതിയും. ഇതിനെ തുടർന്നാണ് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഓം രക്തകണ്ഠായ നമ എന്ന ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ കൊടി പതിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അനാവശ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഇതിൻ്റെ പേരിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം തന്നെ മരവിപ്പിക്കുകയും ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്താനുള്ള തീരുമാനത്തിലേക്ക്
ഉത്സവത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കകളാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു പേരിലാണ് ഇന്ന് വൈകിട്ട് നാമജപ ഘോഷയാത്രയും ഒപ്പം ഭക്തജന സംഗമവും എല്ലാം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. പല കാര്യങ്ങളിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇനി പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഭക്തജനങ്ങൾ തയ്യാറെടുക്കുന്നത്? ഓമലൂരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഓമലൂരെ വിഷയം മാത്രമല്ല, നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ CPM-ൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങൾക്കെതിരെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, അടുത്ത സമയത്ത് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഓമലൂർ ഉത്സവവും അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഭക്തജനങ്ങൾ വളരെ വലിയ ആശങ്കയിലാണ്. കാരണം വൈകാരികപരമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്ന നിരവധി ആൾക്കാർ വിദേശത്ത് നിന്ന് പോലും ഉത്സവത്തിന് വേണ്ടി ഇവിടെ എത്താറുണ്ട്. ആ ഓണത്തിനോ ക്രിസ്മസോ അല്ലെങ്കിൽ വിഷുവോ ഒന്നുമല്ല അവർക്ക് പ്രാധാന്യം, ഈ ദേശനാഥൻ്റെ ഉത്സവം തന്നെയാണ്. ആ ഉത്സവത്തിൽ പങ്കുചേരുവാൻ വേണ്ടി എത്തുന്ന നൂറുകണക്കിന് വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വളരെ അധികം ആശങ്കയിലാണ്. ദേവസ്വം ബോർഡിൻ്റെ ഈ ക്രൂരമായ യാതൊരുവിധമായ പ്രകോപനമില്ലാതെ ഉപദേശം നന്നായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഉപദേശക സമിതിയെ പിരിച്ചുവിടുകയും അല്ലെങ്കിൽ പിരിച്ചുവിടാൻ തക്കതായി കാരണങ്ങളൊന്നുമില്ലാതിരുന്നിട്ടില്ല അതിനെ മരവിപ്പിക്കുകയും ചെയ്തിട്ട് ഏകപക്ഷീയമായ ഒരു ഉത്തരവിറക്കി ദേവസ്വം ബോർഡ് ഈ ഉത്സവം നടത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക സമാഹരണം വലിയൊരു ബുദ്ധിമുട്ടാണ്. 2 മാസത്തിന് മുമ്പേ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട സമയത്ത് ഇവിടെ യാതൊരുവിധമായ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ക്ഷേത്രം മുഴുവൻ കാട് കയറി നാശമായി കിടക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. എല്ലാം തന്നെ താറുമാറായിരിക്കുന്ന അന്തരീക്ഷത്തിൽ 8-ാം തീയതിയാണ് ഇവിടെ കൊടിയേറുന്നത്. 8-ാം തീയതി കൊടിയേറിയാൽ അതിനുശേഷം 10 ദിവസം ആറാട്ടോടുകൂടിയുള്ള ഉത്സവമാണ് നടത്തുന്നത്. ഈ ഉത്സവത്തിൽ കരക്കാരുടെ പ്രാതിനിധ്യം വളരെ വലുതാണ്. എല്ലാ കരകളിൽ നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതു കമ്മിറ്റിയും മുൻകാലങ്ങളിലൂടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അതും CPM-ൻ്റെ നിയന്ത്രണത്തിനുള്ള ദേവസ്വം ബോർഡ് അത് അട്ടിമറിക്കുകയും അങ്ങനെ പൊതു കമ്മിറ്റി വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉപദേശക സമിതിയെയും പൊതു കമ്മിറ്റിയെയും ഈ കഴിഞ്ഞ ദിവസം ഒരു അഡോ കമ്മിറ്റിയുടെ ദേവസ്വം ബോർഡ് തന്നെ നേരിട്ടെടുത്തിരുന്നു. എന്നാൽ അവരുടെയും പ്രവർത്തനം മരവിപ്പിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കരക്ക് പ്രതിനിധികളെ വിളിച്ച് ഒരു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിലും യാതൊരുവിധമായ തീരുമാനം എടുക്കാൻ ദേവസ്വം ബോർഡിനോ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ അടുത്ത ദിവസം 2-ാം തീയതി ഒരു ചർച്ചയ്ക്കൂടെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിൽ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് കരക്കാർ മുഴുവൻ മനസ്സുകൊണ്ടും എല്ലാം തയ്യാറായിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഏകപക്ഷീയമായ ഒരു തീരുമാനം ഭക്തജനങ്ങളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിഭിന്നമായി വൈകാരികമായി വളരെയധികം ബന്ധമുള്ളതുകൊണ്ട്, ക്ഷേത്രവുമായി ബന്ധമുള്ളതുകൊണ്ട് വളരെ വലിയൊരു അമ്മമാരുൾപ്പെടെ വലിയൊരു ജനസമൂഹം തന്നെ ഇന്നത്തെ വൈകിട്ടത്തെ ഈ നാമജപ ഘോഷയാത്രയിലും അതോടൊപ്പം നടക്കുന്ന പ്രതിഷേധത്തിലും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഓമലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ നാമജപ ഘോഷയാത്ര അമ്പല ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ ആണ് നമ്മുടെ ഈ പ്രതിഷേധ യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് പിന്നിൽ ഇങ്ങനെ അകാരണമായിട്ട് ഈ ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ CPM-ഉം ഒപ്പം ദേവസ്വം ബോർഡും തമ്മിൽ ഒരു ഗൂഢാലോചന നടന്നു എന്നാണല്ലോ ഭക്തർ ആരോപിക്കുന്നത്. ഇതിന് പിന്നിലുള്ള പശ്ചാത്തലം ഇപ്പോൾ 2-3 വർഷമായിട്ട് തുടർന്നു വരുന്ന സംഭവവികാസങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓമലൂരിലെ മാത്രം പ്രത്യേകതയല്ല. എന്നിരുന്നാൽ തന്നെയും 2023-ലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. 2023 ക്ഷേത്ര ഉത്സവം കൊടിയേറുന്നതിൻ്റെ അന്ന് രാവിലെ DYFI പ്രവർത്തകരും അതേപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിനകത്ത് DYFIയുടെ കൊടി കെട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയുണ്ടായി. അന്ന് പത്തനംതിട്ട DYSP ആയിരുന്ന നന്ദകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ചർച്ച നടത്തുകയും അങ്ങനെ ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയും ചെയ്തതാണ്. 2024 പറയത്തക്ക പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ വർഷം ആദ്യം മുതൽ തന്നെ ഉപദേശക സമിതിക്കെതിരെയും ക്ഷേത്രത്തിനെതിരെയും വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഫേസ്ബുക്കിലൂടെ ആയാലും മറ്റു തരത്തിലായാലും CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ പ്രാദേശിക നേതൃത്വം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ക്ഷേത്രത്തിനെതിരെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. CPI ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ ഉത്സവ നടത്തിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ CPM അന്യായമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനെതിരെ ഭക്തജനങ്ങൾ വലിയ രോക്ഷത്തിലാണ്, വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഓമല്ലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന നാമജപ ഘോഷയാത്ര ക്ഷേത്രത്തിന് സമീപം എത്തി അവിടെ ഒരു ഭക്തജന സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഓമല്ലൂരിൽ CPMന്റെ ഈ അന്യായമായ ക്ഷേത്രകാര്യങ്ങളിലുള്ള ഇടപെടലിനെതിരെ ഉയർന്നു വരുന്നത്. രോഹിണി. ശരി മിഥുൻ. ഇപ്പോൾ വിരമിക്കുന്ന ഫയർഫോഴ്സ് മേധാവി K പത്മകുമാർ പൂജപ്പുര SAP ഗ്രൗണ്ടിൽ യാത്രയയപ്പ് പരേഡ് സ്വീകരിച്ചതിന് ശേഷം സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. സീനിയർ CPOs അടക്കം മാസ്റ്റർ തയ്യാറാക്കുന്ന FIR എഴുതുന്ന ഉദ്യോഗസ്ഥരടക്കം ഇവരെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചാലേ ഒരു കാര്യം നേടാൻ കഴിയുള്ളൂ. സീനിയർ ഉദ്യോഗസ്ഥന്മാരെന്ന നിലയിൽ പലർക്കും അതിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മാധ്യമങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ് ചാർത്തി നൽകാറുണ്ട്. പക്ഷേ യഥാർത്ഥ ജോലി ചെയ്യുന്ന നിങ്ങളാണ്. നിങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്നവരല്ല, നിങ്ങൾ വളരെ ചെറുപ്പമാണ്, നിങ്ങൾ ആ മേഖലയിലേക്ക് വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് അതാണ് ഏതൊരു ഉദ്യോഗസ്ഥൻ്റെയും. ഒരു ഉദ്യോഗസ്ഥനും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് അസത്യമാവും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ മറന്ന്, നിങ്ങളുടെ കൂട്ടുകാരെ മറന്ന്, നിങ്ങളുടെ കുട്ടികളെ മറന്ന്, സ്കൂൾ വാർഷികങ്ങളിൽ പങ്കെടുക്കാതെ, അവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ, നിങ്ങളുടെ ജീവിതം മുഴുവൻ സർവീസിന് മാറ്റിവെച്ച് ജോലി ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനും സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കും എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവർക്ക് ഉള്ള നന്ദി നിങ്ങളിലൂടെ പ്രകടിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു നന്ദി പ്രകടനം ആയി ഞാൻ ഈ പരേഡിനെ കാണുന്നത്, ഒരു വിടവാങ്ങലല്ല. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങളെല്ലാം വരുന്നത് ഒരു പുതിയ ലോകത്തിലേക്കാണ്. ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ലോകത്ത്. നിമിഷങ്ങൾക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റത്തിന്റെ വേഗതയും തീവ്രതയും വളരെ വളരെ വേഗം വരുന്നു. ആ മാറ്റത്തിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു സേന എന്ന നിലയിൽ പോലീസിന് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പുതിയ സാങ്കേതിക വിദ്യ നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം പിന്തള്ളപ്പെട്ടു പോകും. സമൂഹത്തിന് നമ്മളെ ആവശ്യമില്ലാതായി തീരും. സമൂഹത്തിന് എന്ന് നമ്മളെ ആവശ്യമില്ലാതായി തീരുന്നു അന്ന് നമ്മൾ അപ്രസക്തരാകും. ആ അപ്രസക്തരാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് മാറ്റത്തിനൊപ്പം കാലത്തിനൊപ്പം മുന്നേറുക, പുതിയ സാങ്കേതിക വിദ്യ അതിനൊപ്പം തന്നെ മുന്നേറുക. നമുക്കറിയാം, ഇന്ന് നമ്മൾ വായിച്ചും കേട്ടുമൊക്കെ അറിയുന്നതാണ് പലതരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളും വളരെയധികം മുന്നോട്ട് പോവുകയാണ് സാങ്കേതിക വിദ്യ. അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ നമ്മൾ നിന്നില്ലെങ്കിൽ പിന്തള്ളപ്പെട്ട് നമ്മൾ ഒബ്സൊലീറ്റ് ആയി പോവും എന്നുള്ളൊരു കാര്യം നിങ്ങളെല്ലാം ഓർക്കണം. നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ്. വീണ്ടും വീണ്ടും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മിനിറ്റുകൾ കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ക്രമവും ജീവിതക്രമവും സാമൂഹിക വ്യവസ്ഥ എല്ലാം മാറുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ നമ്മളെല്ലാം പിന്തള്ളപ്പെട്ടു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ നിന്ന് അന്യം വന്ന് പോയ ഒരു വിഭാഗമായി നമ്മൾ മാറും. അതൊരിക്കലും ഉണ്ടാകരുത്. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളും കുതിച്ചു പായുക തന്നെ വേണം. അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങളെല്ലാവരും നടത്തണം. മാറ്റത്തിന് മുൻപിൽ നിൽക്കണം. മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലോകത്ത് മാറാത്ത ഒറ്റ കാര്യം മാറ്റം മാത്രമാണ്. ചേഞ്ച് ഇസ് ഓൺലി തിങ് വിച്ച് ഡസൻ ചേഞ്ച്. ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എല്ലാ രീതിയിലും. അത് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിന് നല്ല മാറ്റം മോശം മാറ്റം ഒന്നുമില്ല. മാറ്റം മാറ്റമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് തന്നെയാണ് നമ്മൾ പറയുന്നത്, വെറുതെ അല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്തതും സഞ്ചരിച്ചിട്ടും എല്ലാവർക്കും അറിയാം. ഒരു ശരാശരി CPO, സീനിയർ CPO, അതല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മറ്റേത് സംസ്ഥാനത്തിനേക്കാൾ മെച്ചപ്പെട്ടാണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം തലയുയർത്തി പിടിച്ചുകൊണ്ട് പറയാൻ കഴിയും എന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ഇതിനു പുറമെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊക്കെ മറന്നു പോകുന്ന നമ്മുടെ ക്യാമ്പ് ഫോളോവേഴ്സ്, സ്വീപ്പേഴ്സ്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കുക്കുകൾ, ക്യാമ്പിലുള്ള ബാരക്കിൽ മറ്റ് സൗകര്യങ്ങൾ. വിരമിക്കുന്ന ഫയർഫോഴ്സ് മേധാവി K പത്മകുമാർ പൂജപ്പുര SAP ഗ്രൗണ്ടിൽ യാത്രയയപ്പ് പരേഡ് സ്വീകരിച്ചതിന് ശേഷം സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. രാവിലെ 11-ന് തിരുവമ്പാടി ക്ഷേത്രത്തിലും 12-ന് പാറമേക്കാവിലും കൊടിയേറ്റം നടക്കും. തുടർന്ന് ഘടകക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് കൊടിയേറും. കൊടിയേറ്റത്തിന് ശേഷം പൂരം പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. മെയ് 6-നാണ് പ്രശസ്തമായ തൃശൂർ പൂരം. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറുകയാണല്ലോ. പ്രധാന ചടങ്ങുകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് ഏതായാലും ഇന്ന് കൊടിയേറുകയാണ്. രാവിലെ ആദ്യം
ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം തിരുവമ്പാടിയിലും പാറമേക്കാവിലും മറ്റ് ഘടകക്ഷേത്രങ്ങളിലും 7 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ ഇതിനോടകം തന്നെ ഈ കൊടിയേറ്റത്തിന് ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11 മണിക്കും 11:30 മധ്യയാണ് കൊടിയേറ്റം നടക്കുക. പൂജിച്ച കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടി ദേശക്കാർ ചേർന്ന് ഉയർത്തുന്നതാണ് ചടങ്ങ്. കൊടിയേറ്റ ശേഷം ഉച്ചയ്ക്ക് 3-നുള്ള പൂരം പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടമ്പേറ്റുക. 3:30 ഭഗവതി നായ്ക്കനാലിൽ എത്തുന്നതോടെ നായ്ക്കനാലിൽ നിന്നും നടുവില്ലാലിലും തിരുവമ്പാടിയുടെ പൂരപതാകകൾ ഉയരും എന്നുള്ളതാണ്. തുടർന്ന് പൂരം പുറപ്പാട് വടക്കുനാഥ ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും. അവിടെ മേളം കലാശിച്ച ശേഷം നടുവിൽ മഠത്തിൽ ആറാട്ടും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും നടത്തും എന്നുള്ളതാണ് നമുക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഇന്നത്തെ ഈ കൊടിയേറ്റത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങ്. അതുപോലെ തന്നെ വലിയ പാണിക്ക് ശേഷം എഴുന്നള്ളത്തോടു കൂടിയാണ് പാറമേക്കാവിലെ ഭഗവതി എഴുന്നള്ളുന്നതോടുകൂടിയാണ് പാറമേക്കാവിൽ ഈ കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കുക. ഏകദേശം 12:30 പാറമേക്കാവിൽ കൊടിയേറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റുകയും തുടർന്ന് 5 ആനകളുടെയും കിഴക്കൂട്ട് അനിയന്മാരുടെയും നേതൃത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളപ്പ് ഉണ്ടാവും. ശേഷം വടക്കുനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തും. ഏതായാലും മെയ് 6-ാം തീയതിയാണ് നമ്മൾ മലയാളികൾ ഒന്നടങ്കം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ തൃശ്ശൂർ പൂരം. ഇന്നിപ്പോൾ ഈ ഒരു കൊടിയേറ്റത്തോടുകൂടെ തന്നെ ഈ തൃശ്ശൂരിലെ നാടും നഗരവുമൊക്കെ അതിൻ്റെ ആ ഒരു പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ തൃശ്ശൂരിലെ നാടും നഗരവും ഒക്കെ പൂർണ്ണമായും ആ ഉത്സവ ലഹരിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ ആനച്ചമയങ്ങളുടെ പ്രദർശനമുണ്ടാവും. ഈ കൊടിയേറ്റ് കാണാൻ തന്നെ ഇന്നിപ്പോൾ പല ആളുകളും തൃശ്ശൂരിലേക്ക് ഇന്നു മുതൽ തന്നെ എത്തിത്തുടങ്ങും. അത് കഴിഞ്ഞാൽ ആ സമയ പ്രദർശനം കാണാനും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ കൊടിയേറ്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ആലിലയും മാവിലയും മറ്റുമൊക്കെ അവർ ഇങ്ങനെ തോരണം കെട്ടുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇതിനെ തയ്യാറാക്കുന്നത് കാണും. ഇപ്പോൾ ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു പൂരം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ കൊടിയേറ്റമാണ്. എന്തൊക്കെയാണ് പ്രധാന ചടങ്ങുകൾ? തീർച്ചയായിട്ടും ഇന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ കൊടിയേറ്റം രാവിലെ 11-നും 11:30 ഇടയിൽ കൊടിയേറും. ഇവിടെ തട്ടകത്തുള്ള എല്ലാവരും കൂടിയിട്ടാണ് കൊടിയേറ്റം നടത്തുക. അത് ആശാരി പൂജിച്ച് മാവിലയും ആലിലയും കൂടി കവുങ്ങിൽ കെട്ടി ആ കവുങ്ങിൽ കൊടിക്കൂറ കെട്ടി നാട്ടുകാർ ഉയർത്തുമ്പോൾ പൂരം കൊടികേറി. ആ പൂരം കൊടികേറി കഴിഞ്ഞാൽ നേരെ 3:30 മണിക്ക് ഞങ്ങൾ നടപ്പാണ്ടിയോടുകൂടി ഞങ്ങൾ ശ്രീമൂലസ്ഥാനത്ത് വടക്കുനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളും. അവിടെ നായ്ക്കനാലിലെത്തുമ്പോൾ നായ്ക്കനാലിലും നടുവിലാലിലും ആലിൻ്റെ മുകളിൽ കൊടി ഉയർന്നു കഴിഞ്ഞാൽ ഒരു വെടിക്കെട്ടുണ്ട്. കൊടിയേറ്റത്തിൻ്റെ ഒരു വെടിക്കെട്ട് നടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീമൂലസ്ഥാനത്ത് വടക്കുനാഥനെ വണങ്ങി പടിഞ്ഞാറച്ചിറയിൽ ബ്രഹ്മസമടത്തിൽ പോയി ആറാട്ടിന് ഇറക്കി വെച്ച് ആറാട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോരും. അത് കഴിഞ്ഞാൽ പിന്നെ 7 നാള് പൂരത്തിൻ്റെ നാളുകളായി 4-ാം തീയതി സാമ്പിൾ വെടിക്കെട്ടും സമയപ്രദർശനം ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം തീയതി പൂരത്തിന് അണിനിരക്കുന്ന 50ഓളം ആനകൾ തേക്കിൻകാട് മൈതാനിയിൽ പ്രദർശനത്തിനെത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 6-ാം തീയതി നയമവടിയോടുകൂടി വടക്കുനാഥനിൽ 3 നയമവടി പുലർച്ചെ 3 മണിക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പൂരം അറിയിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. അത് 3 കുഴിമിന്നൽ ഞങ്ങൾ പൊട്ടിച്ച് നാട്ടുകാരെ മുഴുവൻ ഉണർത്തി പൂരം അറിയിച്ചു കഴിഞ്ഞാൽ രാവിലെ ക്ഷേത്രത്തിൽ നിന്നും 7:30 പൂരത്തിനുള്ള പുറപ്പാടായി തിരുവമ്പാടിയുടെ പുറപ്പാട് ആരംഭിക്കും. അത് കഴിഞ്ഞാൽ 11 മണിക്ക് മഠത്തിൽ വരവ് ആരംഭിക്കും. പിന്നെ 2 മണിക്ക് നായ്ക്കനാൽ പന്തലിൽ പഞ്ചവാദ്യം അവസാനിച്ചു കഴിഞ്ഞാൽ മേളത്തോടുകൂടി ശ്രീമൂലസ്ഥാനത്ത് പോവും. ശ്രീമൂലസ്ഥാനത്ത് 4:15 പഞ്ചവാദ്യം മേളം അവസാനിച്ചു കഴിഞ്ഞാൽ കുടമാറ്റത്തിന് ഇറങ്ങും.
അങ്ങനെ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ആവർത്തനം തുടങ്ങും. 6-7 തൃശ്ശൂർ പൂരം. ഇന്നത്തെ കൊടിയേറ്റത്തോടുകൂടി പൂരത്തിൻ്റെ ആരവം നാട്ടുകാരിൽ സന്തോഷത്തിൻ്റെ നാളുകളാണ് ഞങ്ങൾക്ക്. തന്നെയാണ് ഈ തിരുവമ്പാടിയിലെ 11:30 കൊടിയേറ്റം ഉണ്ടാവും. ഒപ്പം തന്നെ ഘടകക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ പാറമേക്കാവിലും ഒക്കെ ഇന്ന് ഒരു രാത്രി വരെ ഈ നിർത്തി നിൽക്കില്ലേ കൊടിയേറ്റ ചടങ്ങുകൾ? തീർച്ചയായിട്ടും തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയുയരുന്നതോടുകൂടി 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയുയരും. അതോടുകൂടി തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവും തിരുവമ്പാടിയും കഴിഞ്ഞാൽ 8 ഘടകക്ഷേത്രങ്ങളുണ്ട്. പാറമേക്കാവിനും തിരുവമ്പാടിയാണ് മുഖ്യ പങ്കാളികൾ. വെടിക്കെട്ടും കുടമാറ്റവും 15 ആനയായിട്ട് എഴുന്നള്ളിക്കുന്നതും പാറമേക്കാവിനും തിരുവമ്പാടിക്ക് മാത്രമേ ഉള്ളൂ. ചെറുപൂരങ്ങൾക്ക് ശ്രീമൂല സ്ഥാനത്ത് 14 ആനകളായിട്ട് വന്ന് തിരിച്ചു പോകണം. അതിൽ നെയ്തലക്കാവ് ഭഗവതിക്ക് മാത്രമാണ് ഉള്ളിൽ വന്ന് തെക്കേ നട തുറക്കാനുള്ള ഇതുള്ളൂ. അത് 5-ാം തീയതിയാണ് നെയ്തലക്കാവ് ഭഗവതി തെക്കേ നട തുറന്ന് പൂര വിളംബരം അറിയിക്കുക. തന്നെയാണ് ഏതായാലും ആ കലങ്ങളായിട്ട് അനുഷ്ഠിക്കുന്ന ചടങ്ങുകൾ അത് ഓരോരുത്തർക്കും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഏതായാലും ഇനിയിപ്പോൾ ഈ കൊടിയേറ്റത്തിൻ്റെ നിമിഷങ്ങളാണ് വരുന്ന മണിക്കൂറുകൾ. പ്രധാനമായിട്ടും ഞാൻ നിൽക്കുന്ന തിരുവമ്പാടി ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 11:30 കൊടിയേറ്റം ഉണ്ടാവുക. അതിനുശേഷം പാറമേക്കാവിൽ 12:30 തന്നെ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും. 8 ക്ഷേത്രങ്ങളിലും കൊടിയേറും. ഈ ഘടകക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം രാത്രി വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് തൃശ്ശൂർ പൂരത്തിന് കൊടിയേറുന്നതോടുകൂടെ തന്നെ തൃശ്ശൂരിലെ നാടും നഗരമൊക്കെ ഉത്സവത്തിൻ്റെ ആവേശത്തിലേക്ക് ആരവങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റത്തിനോടനുബന്ധിച്ച് എല്ലാ ചെണ്ടമേളം ക്ഷേത്രാങ്കണത്തിൽ തന്നെ കൊട്ടിക്കയറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഉത്സവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആവേശത്തിലേക്കും ആരവങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ ഇത്തവണ അതിമനോഹരമായിട്ട് ആ നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വരുന്ന ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതൊക്കെ വളരെ ഗംഭീരമായി ഇത്തവണയും ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ഒന്നടങ്കം. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ 11:30 ആയിരിക്കും ക്ഷേത്രത്തിൽ പൂരത്തിൻ്റെ കൊടിയേറ്റം നടക്കുക. ശരി അരുൺ, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറുകയാണ്. രാവിലെ 11-ന് തിരുവമ്പാടി ക്ഷേത്രത്തിലും 12-ന് പാറമേക്കാവിലും കൊടിയേറ്റം നടക്കും. തുടർന്ന് ഘടകക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് കൊടിയേറും. കൊടിയേറ്റിന് ശേഷം പൂരം പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. മെയ് 6-നാണ് പ്രശസ്തമായ തൃശ്ശൂർ പൂരം. അരുണാലത്തൂറാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഭീകരതയ്ക്ക് മാപ്പില്ല. നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലാണ് വെടിവയ്പ്. ഭാരതം ശക്തമായി തിരിച്ചടിച്ചു. അതേസമയം ഭാരതം ഏതു നിമിഷവും തിരിച്ചടിക്കുമെന്ന ഭയപ്പാടിലാണ് പാകിസ്ഥാൻ. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പാക് പ്രകോപനം നിയന്ത്രണ രേഖയിൽ ഇങ്ങനെ തുടരുകയാണ്. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിൽ വെടിവയ്പ് നടക്കുന്നതായാണ് വിവരം. ഭാരതം ശക്തമായ തിരിച്ചടി തന്നെയാണോ നൽകിക്കൊണ്ടിരിക്കുന്നത്? രോഹിണി, തുടർച്ചയായ 6-ാം ദിവസമാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത്. ഇന്നലെ രാത്രിയിൽ നൌഷേര, സുന്ദർബനി അതേപോലെ തന്നെ അഖ്നൂർ മേഖലകളിലാണ് വെടിവയ്പുണ്ടായത്. പ്രധാനമായും അപ്രതീക്ഷിതമായാണ് രാത്രിയിൽ ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. പാകിസ്ഥാൻ റേഞ്ചേഴ്സാണ് വെടിയുതിർത്തത്. എന്നാൽ BSF ശക്തമായ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 6 ദിവസവും വെടിവയ്പുണ്ടായപ്പോൾ ഭാരതത്തിൻ്റെ സൈന്യം BSF ശക്തമായി തന്നെ തിരിച്ചടിക്കുകയുണ്ടായി. ഇന്നലെ രാത്രിയിലും വെടിവെപ്പുണ്ടായപ്പോഴും യന്ത്രത്തോക്കുകൾക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതം തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുള്ള ഒരു ഭയത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഭീതിയിലാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രി അട്ടാഉള്ള തരാർ ഇന്നലെ അത്തരമൊരു പ്രസ്താവന ഇറക്കി. 24 മുതൽ 36 മണിക്കൂറിനകം പാകിസ്ഥാൻ ഭാരതം ആക്രമിച്ചേക്കാമെന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രി അട്ടാഉള്ള
അട്ടവുള്ള കരാർ വ്യക്തമാക്കിയത്. ഏതായാലും ഭാരതം ഏത് തരത്തിലുള്ള ആക്രമണത്തിനും തയ്യാറാണ് എന്നുള്ളതാണ് ഇതിനോടകം വ്യക്തമായത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 സൈനിക മേധാവിമാരെയും വിളിച്ചു വരുത്തിയിരുന്നു. കര, നാവിക, വ്യോമസേന മേധാവിമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തത്. ആ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം സൈന്യത്തിൻ്റെ അതേപോലെ തന്നെ വ്യോമസേന, നാവികസേന തലവന്മാർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുക്കാമെന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഏതായാലും ഇന്നിപ്പോൾ ഡൽഹിയിൽ ക്യാബിനറ്റ് യോഗം കൂടി ചേരുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷേ പാകിസ്ഥാൻ്റെ ഭീതി ആ ഒരു ക്യാബിനറ്റ് യോഗത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു ഭീതി ഈ പുറത്തേക്ക് അവർ പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് ഈ പെഹൽഗാമിലെ ബൈസരണ്ട് വാലിയിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ക്യാബിനറ്റ് യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാബിനറ്റ് യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ഭയമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുവാൻ കാരണമായതും. ഏതായാലും ഇത്തരം സൈനിക പോസ്റ്റുകൾ ഈ BSFൻ്റെ പോസ്റ്റുകൾക്ക് നേരെ ഈ അക്രമം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ BSFന് നൽകിക്കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം ജമ്മു കാശ്മീരിൽ ISI ഭീകരർ ആക്രമണം നടത്തുവാൻ പദ്ധതിയിടുന്നു എന്നുള്ളത് ഇൻ്റലിജൻസ് ബ്യൂറോയും മിലിറ്ററി ഇൻ്റലിജൻസും റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയ സാഹചര്യമാണ്. തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയ ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം എന്താണ് പാകിസ്ഥാൻ്റെ ഭാവി, അല്ലെങ്കിൽ ഭാരതം എങ്ങനെയാകും പാകിസ്ഥാനെ നേരിടുക എന്നത് സംബന്ധിച്ചിട്ടുള്ള ഏകദേശ രേഖ വ്യക്തമാകും. രോഹിണി, തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണാധികാരം നൽകിയ നരേന്ദ്രമോദിയുടെ നിലപാടിൽ ഭയന്നു വിറച്ച് പാകിസ്ഥാൻ. മണിക്കൂറുകൾക്കകം തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭീതി തുറന്നു സമ്മതിച്ച് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അട്ടവുള്ള തരാർ. എന്നാൽ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ സമ്മതിക്കാൻ തരാർ തയ്യാറാകുന്നുമില്ല. Pakistan has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. Indian self-assumed hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. Pakistan open-heartedly offered a credible, transparent and independent investigation by a neutral commission of experts to ascertain the truth. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയ നരേന്ദ്രമോദിയുടെ നിലപാടിൽ പാകിസ്ഥാൻ ഭയന്നു വിറച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഭീതി തുറന്ന് സമ്മതിക്കുന്ന പ്രസ്താവന പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അട്ടവുള്ള തരാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാൻ കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ഏകപക്ഷീയമായ നിലപാടാണ് ഭാരതം സ്വീകരിക്കുന്നത് എന്നാണ് വീണ്ടും ആവർത്തിക്കുന്നത്. രോഹിണി, വസ്തുതയ്ക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, രോഹിണി സൂചിപ്പിച്ചതുപോലെ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും അതിൽ ISIയുടെ ഇടപെടലും അതുപോലെ തന്നെ മറ്റ് ഇടപെടലുകളും, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു മുൻ സൈനികൻ പോലും ആ ഭീകരരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം, പാകിസ്ഥാൻ സൈനികൻ പോലും ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം പാകിസ്ഥാൻ സ്വമേധയാ മറക്കുകയാണ് എന്നതാണ് ഇതിലേറെ ഗൗരവമേറിയ ഒരു വിഷയം. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, ഈ അടുത്ത ദിവസങ്ങളിലായി വിശാലമായ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി ഉന്നതതല കൂടിക്കാഴ്ചകളും സൈനിക മേധാവിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കൂടിക്കാഴ്ചയും അത്തരത്തിലുള്ള തിരക്കിട്ട ചർച്ചകളും തിരക്കിട്ട കൂടിക്കാഴ്ചകളും വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഈ 2 ദിവസങ്ങളിലായി നമ്മൾ കണ്ടിരുന്നു. ഇതിന്റെ അവസാന ഘട്ടത്തിലാണ് പൂർണ്ണമായ തീരുമാനം സൈന്യത്തിനെടുക്കാമെന്നും സൈന്യത്തിന് കൃത്യമായ നടപടികൾ ആരംഭിക്കാമെന്നും സമയവും സ്ഥലവും മറ്റു കാര്യങ്ങളുമെല്ലാം ഏത് രീതിയിൽ ആക്രമണം വേണം എന്നുള്ള കാര്യമെല്ലാം തന്നെ സൈന്യത്തിന് തീരുമാനിക്കാമെന്ന പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഈ നിലപാട് ഇന്നലെ രാത്രിയോടെയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നതെങ്കിൽ ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്, അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഒരു വിശദീകരണം, അല്ലെങ്കിൽ 36 മണിക്കൂറിനുള്ളിൽ 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഒരു വിശദീകരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഇത്തരത്തിൽ താങ്കൾ ഭയപ്പെടുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന കൃത്യമായ ഒരു വിഷയം തന്നെയാണ് അട്ടവുള്ള തരാറിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ
വാക്കുകളിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ ബാധിച്ചിരിക്കുന്ന ഭയം കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും വെള്ളം നിർത്തുമെന്ന ഭീഷണി മാത്രമായി മാറുമെന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമായിരുന്നു നേരത്തെ നടന്നതെങ്കിൽ ഇൻഡസ് വാലിയിലെ വെള്ളം നിർത്തിക്കൊണ്ട് തന്നെയാണ് ഭാരതം കൃത്യമായും നടപടി സ്വീകരിച്ചത്. അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകുമെന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു നിലപാട് പറയുന്നത്. അപ്പോഴും ആവർത്തിക്കുന്നത് ഈ ഭീകരാക്രമണത്തെ ലോകം മുഴുവൻ തള്ളിപ്പറയുമ്പോഴും ഈ ഭീകരാക്രമണത്തെ ന്യായീകരിക്കുന്ന ഒരു നിലപാട്, അത് ഏതാണ്, ആരാണ് അതിന് പിന്നിലെന്നത് സംബന്ധിച്ച ഒരു സംശയത്തിന്റെ നിലയിൽ നിർത്തുക എന്ന ഈ നീക്കങ്ങളുടെ ഭാഗമായി സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഒരു ആശയമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ് സ്വതന്ത്ര അന്വേഷണത്തിന്റെ കാര്യം. അത് തന്നെയാണ് ഏറെ ഗൗരവമുള്ള. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനിരയായവർക്ക് യുകെയിലെ ഗ്രേറ്റ് മാഞ്ചസ്റ്റർ ഭാരത സമൂഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇൻസൈറ്റ് UK ഇന്ത്യൻ അസോസിയേഷൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. മീഡിയ സെന്ററിൽ ഒത്തുകൂടി ദീപം തെളിയിച്ച് രക്തസാക്ഷികളുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് നൂറുകണക്കിന് UK ഭാരത സമൂഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്. It's a silent vigil. How do you convey your inner pain through a silent vigil? So I want to share with you just 4 lines that come to my mind. हिंदी में है, अंदर में तांडव उठता है, inside we are angry. अंदर में तांडव उठता है. പുതൻപുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.